നിന്റെ ഹൃദയമിടിപ്പിന്റെ താളമൊന്ന് നീ ശ്രദ്ധിക്കുക. നിന്റെ ശ്വാസോച്ഛ്വാസത്തിന്റെ ആ താളക്രമമൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നിന്റെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി, ഈശോയുടെ ആ സ്നേഹത്തിന് വേണ്ടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകണമേ. ഒരിക്കൽ കൂടി ചേർന്ന ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകണമേ. കരങ്ങൾ ഉയർത്തുക. ഉയർത്തിയ കരങ്ങൾ സഹോദരങ്ങളുടെ കരങ്ങളോടൊന്ന് കോർത്തു പിടിച്ച്, തൊട്ടടുത്ത് നിൽക്കുന്ന സഹോദരങ്ങളുടെ കരങ്ങളോട് കോർത്തു പിടിച്ച് ഒരിക്കൽ കൂടി ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകണമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച് നിത്യപിതാവേ, നിത്യപിതാവേ, എന്റെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനായ ഈശോ മിശിഹായുടെ സകല തിരുമുറിവുകളും അവിടുത്തെ തിരുഹൃദയത്തിന്റെ വേദനകളും പീഡകളും എല്ലാ തിരുമുറിവുകളിൽ നിന്നും ഒഴുകിയ ഏറ്റവും വിലയേറിയ അവിടുത്തെ തിരുരക്തവും ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ IMS അമ്മയുടെ സ്വർഗീയ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകും, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ചുറ്റോട്ടുള്ളവരൊക്കെ നോക്കിക്കേ, ഉറങ്ങുന്നുണ്ടാന്ന് നോക്കിക്കേ, നോക്ക്. എന്നിട്ട് സ്തുതി കൊടുത്തേ. ആ കണ്ണിലേക്ക് നോക്കി ഉറങ്ങണവരെ വിളിച്ചെഴുന്നേപ്പിച്ചൊരു സ്തുതി കൊടുത്തേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് കൊടുത്തേ, സ്തുതി കൊടുക്ക്. ഇനി ആ തൊട്ടടുത്ത് നിൽക്കുന്നവരുടെ 4 വശത്ത് നിൽക്കുന്ന ഇരിക്കാൻ പറഞ്ഞില്ലെന്നേ, എഴുന്നേക്ക്. അനുസരണക്കേട് കാണിക്കരുത്, എഴുന്നേറ്റ് നിന്നേ. എന്നിട്ട് എല്ലാവരുടെയും കൈ പിടിച്ച് പറഞ്ഞ് ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ്, ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. വെറുതെ ഇവിടെ ഇരിക്കുകയല്ലേ, ഒരു അനുഗ്രഹമെങ്കിലും കൊടുക്ക്. കാശുമുടക്കില്ലാത്ത കാര്യമല്ലേ, വെറുതെ അനുഗ്രഹിക്കുക. അതേ നാണിക്കണേ. അതുകൊണ്ട് കല്യാണാലോചന എനിക്ക് വന്ന പോലെ 70 വയസ്സുള്ള അമ്മച്ചി നിന്നോട് നാണിക്കുക. എന്ത് ചെയ്യാന്ന് പറഞ്ഞ ആശീർവാദം കൊടുക്കാനാ പറഞ്ഞ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന്. ഇല്ല നാണിക്കണ കണ്ടില്ലേ? ഈ നാണം കാണുമ്പോൾ ഞാൻ ഏതാണ്ട് ചെറുക്കം കാണാൻ വന്ന പോലെ, അല്ല പെണ്ണ് കാണാൻ ചെന്ന പോലെയാ. എന്താ ചെയ്യണത്? അവിടെ ഇരിക്കും, എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? നിങ്ങൾ ഉറക്കം നോക്കണ്ടേ? അപ്പം നമ്മളിന്ന് ഈ 1 മണിക്കൂറിൽ 1 മണിക്കൂറല്ല, 1:30 വഴിയുണ്ട്. 1:30ക്കാണ് നമ്മൾ ആരാധന തുടങ്ങുന്നത് അല്ലേ? 1 മണിക്ക് ആരാധന, 2 മണി വരെ. 1:30ക്കല്ലേ? തെറ്റിക്കരുത് കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, ബർണാബാസ് എന്ന് പറഞ്ഞ ആ യുവാവ്, ബർണാബാസ്
ഇവനൊരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് ആയിരുന്നു. നൈജീരിയയിലെ ഒനോഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മനുഷ്യൻ ജനിച്ചത്. അവിടെ തന്നെയുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദിവികാരന് ഈശോ ഈ മനുഷ്യന് പ്രത്യക്ഷപ്പെട്ട് ഒത്തിരി 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 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതിൽ എന്നെ വല്ലാതെ സ്പർശിച്ച കുറച്ച് കാര്യങ്ങളാണ് അത്. നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടാകും ഈ തിരുരക്തം എന്നും പറഞ്ഞ പുസ്തകം. തിരുരക്തം, യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം എന്നും പറയും. നിങ്ങൾ പലരും കിട്ടിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഈ പുസ്തകം പറഞ്ഞാൽ സംഘടിപ്പിക്കണം. നിങ്ങൾക്കൊന്നും അത് കിട്ടാൻ അധികം ഇല്ലത്. പല സ്ഥലങ്ങളിലും ഉണ്ട്. ബുക്ക് സ്റ്റോളിലൊക്കെ അന്വേഷിച്ച് കിട്ടും നമുക്ക്. ഞാനൊരു 5-6 കഴിഞ്ഞ ദിവസം അവിടെ നിന്നൊക്കെ തപ്പിപ്പിടിച്ച് മേടിച്ചതാണ്. ഈ ഇതിനകത്ത് ബർണാബാസിന് ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കിയിട്ട് തീവ്രവേദനയോടെ മനുഷ്യനോട് ദൈവം അർത്ഥിക്കുകയാണ്. ഈ ബർണാബാസിനോട് പറയുക, നീ മനുഷ്യനോട് പറയത് എൻ്റെ യാചനയാണ്, എൻ്റെ അർത്ഥനയാണിത്, നീ മനുഷ്യരോട് പറ. എന്നിട്ട് ബർണാബാസ് തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് ഇത്. ഒന്നാമത്തെ അർത്ഥന എന്ന് പറയുന്നത് 7 അർത്ഥനകളാണുള്ളത്. ഒന്നാമത്തെ അർത്ഥന എന്ന് പറയുന്നത് ഈശോ തന്നെ പറഞ്ഞു കൊടുത്ത വാക്കുകളാണ്. അതുകൊണ്ട് ഞാനത് നിങ്ങൾക്ക് ആദ്യം വായിക്കാൻ, അത് കഴിഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കാരണം നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കണം. അല്ല, ഉറങ്ങിപ്പോയാൽ പോയി, കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് നിങ്ങൾ ഉറക്കാതെ ഞാൻ നോക്കിക്കോളാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഉറങ്ങാതിരിക്കണമെന്നുണ്ടെങ്കിൽ നടു നിവർത്തി വയ്ക്കണം, കഴുത്ത് നേരെ വെക്കണം. നട്ടെല്ല് വളഞ്ഞ അപ്പം നമ്മൾ ഉറങ്ങിപ്പോവും. അതുകൊണ്ട് നട്ടെല്ല് നിവർത്തി വയ്ക്കുക, കഴുത്ത് നേരെ വയ്ക്കുക, ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങളുടെ ആ കൈ ഉണ്ടല്ലോ, ആ കയ്യ് കസേരയുടെ 2 കയ്യേലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോവും. അതെടുത്ത് മടിയിൽ വെക്കും. കസേരയുടെ 2 കയ്യെ വെച്ചാൽ നിങ്ങൾ ഉറങ്ങിപ്പോവും. കാരണം അത് ഈസി ചെയർ പോലെ പിശാച് നമ്മളെ പിടിക്കുകയാണ്. ആ കൈയെടുത്ത് മടിയിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ദേ ഇങ്ങനെ ചരിച്ചുകൂടി വെക്കുക. തമ്പുരാനെ, ദേ എൻ്റെ കൈ തുറന്നിരിക്കുക, എന്തെങ്കിലും ഇങ്ങോട്ട് വെക്കാനുണ്ടെങ്കിൽ വെച്ചോ എന്ന് പറഞ്ഞ് വെക്കുക. യാചനാപൂർവ്വം വെക്കുക. അപ്പോൾ ദൈവം അനുഗ്രഹിക്കും നമ്മളെ. അപ്പോൾ ഒന്നാമത്തെ അർത്ഥന എന്ന് പറയുന്നത് ഈ ഈശോ നമ്മളോട് പറയുക, എൻ്റെ മകനെ, നീ എവിടെയാ? നിന്റെ ഗുരു നിന്നെ നോക്കി നടക്കുകയാണ്. അതായത് ഈശോ നമ്മളെ നോക്കി നടക്കുകയാണ്. എന്നിലേക്ക് വരിക, നീ കൂടുതൽ അടുത്തു വന്ന് എൻ്റെ ഹൃദയഭേദകമായ എൻ്റെ അർത്ഥന കേൾക്കുക, എൻ്റെ യാചന കേൾക്ക്. എൻ്റെ മകനെ നീ എവിടെയാ? എൻ്റെ മകളെ നീ എവിടെയാ? നീ എൻ്റെ അടുത്തേക്ക് വാ. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. എനിക്ക് പറയാനുള്ളത് നീ ഒന്ന് കേക്ക്. എന്നിട്ട് പറയുകയാണ്, ഒരു കഥ പറയുക. എൻ്റെ മകനെ, ഒരിക്കൽ ഒരിടത്ത് ധാരാളം ആടുകളുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഏത്? നമ്മുടെ ബൈബിളിലെ കഥ തന്നെ അവതരിപ്പിക്കുക. ആ ആടുകളുള്ള മനുഷ്യനുണ്ടായിരുന്നു. അവൻ അവയെ നന്നായി പരിപാലിക്കുകയും മേയ്ക്കുകയും ചെയ്തിരുന്നു. അവയ്ക്ക് ദാഹിച്ചപ്പോഴൊക്കെ അവയുടെ ദാഹം ശമിപ്പിക്കുന്നതിനായി അവൻ ജലമൊഴുകുന്ന ഒരു അരുവിയുടെ അടുക്കിലേക്ക് അവയെ നയിച്ചു. അവരെ വിശക്കുവാൻ അവൻ അനുവദിച്ചില്ല. അവൻ മനോഹരമായ ഒരു പച്ചപ്പിൾ തകടിയിലേക്ക് അവനെ നയിച്ചു. അവ ഭക്ഷണം കഴിച്ച് മേധസ്സും ശക്തിയുമുള്ളവരായി വളർന്നു. ചെന്നായ്ക്കളെത്തി ആട്ടിൻകൂട്ടത്തെ മുറിപ്പെടുത്താതിരിക്കുന്നതിനായി അവൻ മേച്ചിൽ സ്ഥലം വേലി കെട്ടി സംരക്ഷിച്ചു. ഇത് എന്നതാ പറയണമെന്നറിയാവാ? നമ്മളെ തമ്പുരാനെ സൃഷ്ടിച്ച് ഈ ലോകത്തിലേക്ക് വിട്ട് എല്ലാ സൗകര്യങ്ങളും നൽകി അങ്ങനെ നിലനിർത്തിയിരിക്കുകയാണ്. തിന്ന് കൊഴുത്ത് മേധസ്സുറ്റ മനുഷ്യരായിട്ട് നമ്മളങ്ങനെ നിൽക്കുക. അപ്പം നമുക്ക് തുടങ്ങിയ അഹങ്കാരം. ഈ കർത്താവ് പറയുന്ന ആട്ടിൻകൂട്ടം എന്ന് പറയണത് ഞാനും നിങ്ങളും ആന്നേ. ഈ യജമാനൻ എന്ന് പറയുന്നത് ഈശോയാണെന്നേ. ഈശോ എല്ലാ സൗഭാഗ്യങ്ങളും നൽകി നമ്മളെ ഇങ്ങനെ നിർത്തിയിരിക്കുക. നമ്മളിങ്ങനെ അവൻ തന്ന കൊഴുപ്പ് നിന്ന പുല്ലും വളവും ഭക്ഷണവും ഒക്കെ തിന്ന് നമ്മളെ ഇങ്ങനെ വിശപ്പില്ലാത്ത ദാഹമില്ലാത്ത രീതിയിൽ നമ്മളെ കൊണ്ടു നടന്നു. അപ്പൊ എന്തു പറ്റി? നമുക്ക് തോന്നി ഒരു കുറവുമില്ലാന്നു. അപ്പൊ നമ്മുടെ അഹങ്കാരം അങ്ങ് മൂത്തപ്പോ എന്തു പറ്റി? അവൻ തന്നെ പറയുകയാണ്, ഒരു ദിവസം ആടുകളെല്ലാം കൂടി വിപ്ലവത്തിന് പദ്ധതിയിടുകയും ബലം പ്രയോഗിച്ച് വേലി കടന്ന് വനത്തിലെത്തിച്ചേരുകയും ചെയ്തു. തന്നെ വളർത്തി വലുതാക്കിയ ഗുരുവിന് നേരെ വിപ്ലവം തുടങ്ങി. നമ്മളൊക്കെ ചെയ്യണം അത് തന്നെയല്ലേ? 1-2 കാലേ നിൽക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ വളർത്തിയവനിട്ട് തല്ലണം. നമ്മളെ വളർത്താൻ നമ്മളെ കൈപിടിച്ച് നടത്തിയവനെ തല്ലിക്കൊല്ലണം. കാരണം എപ്പോഴും വളർത്തിയവനേക്കാൾ വലുതാവണം, ഗുരുവിനേക്കാൾ വലുതാവണം എന്നുള്ളൊരു ചിന്തയാണ് മനുഷ്യന്റെ. ചിന്തയാണ് നമ്മളൊക്കെ തകർന്ന് ഒരിക്കലും രക്ഷപ്പെടാതെ പോകുന്നതിന്റെ കാരണം.
നമുക്കൊരിക്കലും ആരുടെയും വിധേയപ്പെട്ട് നിൽക്കാനായിട്ട് താല്പര്യമില്ല. സത്യമല്ലേ? ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ വിധേയപ്പെടാൻ, നിങ്ങളെന്നെ പറയണേ, നിങ്ങളെ പോലെയാണ് ഞാനും. മക്കൾ പറയും, എന്തൊരു അപ്പനും എന്തൊരു അമ്മയും, നിങ്ങളെക്കാളൊക്കെ ബോധം എനിക്കുണ്ട്, മകൻ പറയും. ആർക്കും വിധേയപ്പെടാൻ കഴിയില്ല. വിപ്ലവം ഉണ്ടാക്കുക. ഈ ആടുകളെല്ലാം കൂടി വിപ്ലവം ഉണ്ടാക്കി. എന്നിട്ട് എന്ത് പറ്റി? അവര് വിപ്ലവം ഉണ്ടാക്കി ആ കൂട്ടിൽ നിന്നൊക്കെ, ആടിൻ കൂട്ടത്തിൽ നിന്നൊക്കെ പുറത്തു ചാടി അവര് വനത്തിലെത്തിച്ചേർന്നു. അവിടെ വെച്ച് എന്തു പറ്റി? വന്യമൃഗങ്ങൾ അവരെ പിടിച്ചു. വന്യമൃഗങ്ങൾ അവയെ പിടികൂടി. അവ പ്രത്യാശയില്ലാത്ത ആടുകളെ പോലെയായി തീർന്നു. ഏതാണ്ട് നമ്മളെപ്പോലെ അഹങ്കാരം മൂത്ത് വഴക്കും സമരവും വക്കാണവും ഒക്കെ ആയിട്ട് നമ്മളെ വളർത്തി നമ്മളാക്കിയവന്റെ നേരെ മെക്കിട്ട് കയറാൻ തുടങ്ങി. അവസാനം എല്ലാം നശിച്ച് പ്രത്യാശ ഇല്ലാത്തവരെ പോലെയായി. ഒന്ന് ചിന്തിച്ചേ, നമ്മുടെ ജീവിതമല്ലേ ഈശോ പറഞ്ഞത്? ബർന്നാബാസിനോട് പറയും, എന്റെ തീവ്ര വേദനയാണിത്, എന്റെ മകനെ മകളെ നീ എവിടെയാ? നീ വര്, എൻ്റെ അടുക്കിലേക്ക് വാ, ഞാൻ നിന്നെ കാത്തിരിക്കുക. എനിക്ക് നിന്നോട് പറയാനുണ്ട്. ഞാനാണ് നിന്നെ വളർത്തിയത്, കൈപിടിച്ച് വളർത്തിയത്. നിനക്ക് ഞാൻ വെള്ളവും ദാഹജലവും ഭക്ഷണവും എല്ലാം ഞാൻ തന്നില്ലേ? നിന്നെ ഞാൻ എന്തെങ്കിലും അല്ലലും അലട്ടലും അറിയിച്ചോ? ഇല്ലല്ലോ. പിന്നെ നീ എന്തിനാണ് എനിക്കെതിരെ വിപ്ലവം സൃഷ്ടിച്ചത്? ഈശോ ചോദിക്കുന്ന ചോദ്യാ. മനുഷ്യപുത്രൻ ഒരു ഇടയനെ പോലെ രാവും പകലും മരുഭൂമിയിലൂടെ ആട്ടിൻകൂട്ടത്തെ നയിച്ചു. വഴിയിൽ വെച്ച് അവർ അതിജീവിക്കാനാവാത്ത നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. അവർ മനുഷ്യപുത്രനോട് പരാതി പറയുകയും എല്ലാവിധ ക്രൂരമായ വാക്കുകളും അവനെതിരെ ഉച്ചരിക്കുകയും ചെയ്തു. അവസാനം അവർ അവനെ കൊന്നുകളഞ്ഞു. ഇതല്ലേ പീഡാനുഭവം? നമ്മളെ കൈപിടിച്ചു നടത്തി വളർത്തി വലുതാക്കിയവനെ അവസാനം നമ്മൾ കൊന്നുകളഞ്ഞു. ഇതാണ് ആദ്യത്തെ അർത്ഥന. ബർന്നാബാസിനോട് പറയുക, എൻ്റെ പാപങ്ങളാണ് ഈശോയുടെ കുരിശുമരണത്തിനും ഈശോയുടെ പീഡാസ്വഹനത്തിനും ഈശോയുടെ മരണത്തിനുമൊക്കെ കാരണം. നമ്മുടെയല്ല, എൻ്റെ പാപങ്ങൾ. ഒരു പുരോഹിതനായ എൻ്റെ പാപങ്ങളാണെന്നേ ഇന്നും ഈശോയുടെ കുരിശിന്റെ ഭാരം വർദ്ധിപ്പിക്കുന്നത്. ഈശോയ്ക്ക് താങ്ങാനാവാത്ത പീഡകളെ ഏൽപ്പിക്കുന്നത് ഈ പുരോഹിതന്റെ പാപങ്ങളാ. എന്തേ ഈ പുരോഹിതനത് തിരിച്ചറിയാത്തത്? ഈ കുടുംബനാഥയുടെ പാപങ്ങളാ. ഈ യുവാവിന്റെ യുവതിയുടെ പാപങ്ങളാ. ഈ വൃദ്ധയുടെ പാപങ്ങളാ. എന്തേ നമ്മളത് തിരിച്ചറിയാത്തത്? ബർന്നാബാസിനോട് ഈശോ യാചനയോട് ചോദിക്കുക, മക്കളെ ബാ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു. ദൈവത്തോട് മനസ്തപിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ തീർച്ചയായിട്ടും മനസ്തപിച്ച് പ്രാർത്ഥിക്കണം. അനുതാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അനുതാപത്തിന് വേണ്ടി. കാരണം വെളിപാടിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 19-ാം തിരുവചനം പറയുന്നു, ഞാൻ സ്നേഹിക്കുന്നവരെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. ഞാൻ സ്നേഹിക്കുന്നവരെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് നീ തീഷ്ണതയുള്ളവനാവുക, അനുതപിക്കുക. ഉണ്ടാ, ഞാനിതാ നിന്റെ ഹൃദയവാതിലിൽ മുട്ടുന്നു. ആരെനിക്കായി വാതിൽ തുറന്നു തരുന്നുവോ അവന്റെ ഉള്ളിൽ ഞാൻ പ്രവേശിക്കും, അവനോടുകൂടി ഞാൻ വസിക്കും, അവനോടുകൂടി ഞാൻ ഭക്ഷിക്കും. എത്ര കൃത്യമായിട്ടാണ് കർത്താവ് പറയണത്. ഒരുപാട് 3:19, ഞാൻ സ്നേഹിക്കുന്നവരെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് കൊച്ചു സഹനങ്ങൾ വരുമ്പോൾ ഈശോയോട് മറുതലിക്കല്ലേ പ്രിയപ്പെട്ടവരെ. ഓരോ സഹനം വരുമ്പോഴും ആ സഹനത്തിന്റെ പിന്നാമ്പുറങ്ങളില് തമ്പുരാന്റെ അനുഗ്രഹത്തിന്റെ അദൃശ്യ കരങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞോണം. നമ്മളെന്ത് ചെയ്യും? ഒരു കൊച്ചു സഹനം വരുമ്പോഴേ ഓടും അല്ലേ? ഇപ്പോഴും ഞാൻ വന്നപ്പോൾ കണ്ടു, പ്രശാന്തത്തിനോട് ഇരിപ്പുണ്ട്, അച്ഛൻ്റെ മുറിയുടെ ഭാഗത്ത് ഇഷ്ടം പോലെ ആളുകൾ നിൽക്കുന്നത്. എന്നതാ പറയണത്? അച്ഛാ, കൊച്ചു സഹനങ്ങൾ അല്ലേ? ഈ കുഞ്ഞു സഹനങ്ങൾ അത് ഏറ്റെടുക്കാൻ തന്നെതാന്നേ. എനിക്കെന്തോ ഒരു സങ്കടമുണ്ട് ഇന്ന് രാവിലെ പോലെ ഈ നിമിഷം വരെ. ഞാൻ സ്നേഹിക്കണമെന്ന് ആഗ്രഹിച്ചവർ പലരും എന്നെ സ്നേഹിച്ചില്ലെന്നേ. ഞാൻ പ്രതീക്ഷിക്കാത്ത പലരും എന്നെ ചീത്ത പറഞ്ഞെന്നേ. ഞാൻ ആഗ്രഹിച്ചത് പലതും കിട്ടിയില്ലെന്നേ. ഇതൊക്കെയല്ലേ നമ്മുടെ സഹനങ്ങൾ? ഇതൊക്കെയല്ലേ നമ്മുടെ കൊച്ചു സങ്കടങ്ങൾ? നമ്മൾ കൊച്ചു സങ്കടങ്ങൾ വരുമ്പോ തന്നെ ഓടുക.
നമുക്ക് സ്വയം ഏറ്റെടുക്കാനായിട്ട് പറ്റില്ല. അതാണ് ഈശോ പറയണത്, ഞാൻ സ്നേഹിക്കുന്നവരെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. നമ്മുടെ ഡ്യൂട്ടി ഇത്രയേ ഉള്ളൂ, നീ അനുതപിക്കുക, തീഷ്ണതയുള്ളവനാവുക. നീ അനുതപിക്കുക, തീഷ്ണതയുള്ളവനാവുക. ഞാനിതാ നിന്റെ ഹൃദയവാതിലിൽ മുട്ടുന്നു, ആരെനിക്കായി വാതിൽ തുറന്നു തരുന്നുവോ അവനോടുകൂടെ ഞാൻ വസിക്കും, അവനോടുകൂടെ ഞാൻ ഭക്ഷിക്കും, അവനോടുകൂടെ ഞാൻ പാനം ചെയ്യും. എത്ര കൃത്യമായിട്ടാണ് ഈശോ പറയണത് നോക്കിക്കേ. ഇനി ബർണബാസിനോട് പറഞ്ഞ രണ്ടാമത്തെ തീവ്രമായ അർത്ഥന, 7 അർത്ഥനയാണുള്ളത്. രണ്ടാമത്തെ അർത്ഥന ഇതാ, എൻ്റെ മകനെ എൻ്റെ അടുത്തേക്ക് വരിക. തീവ്രമായ വേദനയോടെയുള്ള എൻ്റെ അർത്ഥന നീ ഒന്ന് കേൾക്കുക, എൻ്റെ യാചന നീ ഒന്ന് കേൾക്കുക. നിന്നോടുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ ശരീരം ജീവനുള്ള ബലിയായി ഞാൻ സമർപ്പിച്ചില്ലേ. സകല മനുഷ്യർക്കും വേണ്ടിയുള്ള ജീവന്റെ അപ്പം, എൻ്റെ രക്തം ഒരു വിലയേറിയ പാനീയമാണ്. മനുഷ്യർക്ക് സ്നേഹപൂർവ്വം നൽകപ്പെട്ട സ്വർഗീയ മാലാഖമാരുടെ പാനീയം. ഈശോയുടെ ശരീരം രക്തവും നമുക്ക് ഭക്ഷണവും പാനീയവുമായിട്ട് അവിടുന്ന് തന്നു. ഈശോ പറയ, എൻ്റെ മകനെ നീ വാ, ഞാൻ നിനക്ക് ഭക്ഷിക്കാനായിട്ട് എൻ്റെ ശരീരം തന്നില്ലേ, എൻ്റെ അവസാനത്തുള്ളി രക്തം വരെ ഞാൻ നിനക്ക് തന്നില്ലേ. ഈശോ ചോദിക്കുക, എന്നിട്ട് പറയുക, നിനക്ക് വേണ്ടി സ്നേഹത്തിന്റെ കൂദാശയിൽ, അതായത് പരിശുദ്ധ കുർബാനയാണ് ഈ സ്നേഹത്തിന്റെ കൂദാശ എന്ന് പറയുന്നത്. ആ സ്നേഹത്തിന്റെ കൂദാശയിൽ ക്ഷമയോടെ ഞാൻ കാത്തിരിക്കുകയാ. സക്രാരിയിൽ നിനക്ക് വേണ്ടി ഞാൻ ബന്ധിതനായിരിക്കുകയാണ്. അവിടെയാണ് പ്രശ്നം. സക്രാരിയിൽ ഞാൻ നിനക്ക് വേണ്ടി ബന്ധിതനായിരിക്കുകയാണ്. ബർണബാസിനോട് ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നെ ബന്ധിച്ചിരിക്കുന്നു. എവിടെയാ? സക്രാരിയില്. നമ്മുടെയൊക്കെ ഇടവക ദേവാലയം ഇല്ലേ പ്രിയപ്പെട്ടവരെ? നമുക്കൊക്കെ ഇടവക ദേവാലയം ഇല്ലേ? ആ ഇടവക ദേവാലയത്തിലെ സക്രാരിയില് ഈശോ 24 മണിക്കൂറും പള്ളി കൊള്ളുകയാണ്. നമ്മൾ എപ്പോഴൊക്കെ പോയി ഈശോയെ കാണുന്നു? നമ്മൾ വല്ലപ്പോഴും അതിലേ പോവും. കുർബാനയ്ക്ക് പോയാൽ ആരംഭമൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നു, തീർന്നതിന് മുമ്പ് ഇറങ്ങിപ്പോരുന്നു. അത് കഴിഞ്ഞ് എപ്പോഴെങ്കിലും ആ വഴിക്ക് പോകണുണ്ടോ? പള്ളിയുടെ സൈഡിൽ കൂടി പോയാൽ പോലും ഈശോ അവിടെയുണ്ട്, ഒന്ന് വിസിറ്റ് ചെയ്തേക്കാം. പണ്ട് കാർന്നവന്മാരൊക്കെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്, പള്ളിയുടെ സൈഡിൽ കൂടി പോയാൽ, പള്ളിയുടെ പരിസരത്ത് പോയാൽ പള്ളി കയറി ഈശോയെ കണ്ടിട്ടേ പോകാവുള്ളൂ. വിസിറ്റ് ടു ദ ബ്ലെസ്സഡ് സാക്രമെന്റ്. സെമിനാരിലെ വാക്കാത്, വിസിറ്റ് ടു ദ ബ്ലെസ്സഡ് സാക്രമെന്റ്. സമയം കിട്ടുമ്പോഴൊക്കെ ഓടിപ്പോവുക, സക്രാരിയുടെ അടുത്ത് പോവുക. ഈശോയെ, ഈശോയെ ടാറ്റാ ടാറ്റാ, ഞാനിവിടെ ഉണ്ടിട്ടാ. ഈശോയെ ബൈ ബൈ ഒന്ന് പറയുക ഈശോയോട്, ഞാനിവിടെ ഉണ്ടിട്ടാ, എന്നെ കാക്കണേ, എന്നെ നോക്കണേ ഈശോയെ. ഈശോയ്ക്കൊരു ഹായ് കൊടുത്തിട്ട് പോരുക. നമ്മൾ ആ പള്ളിയുടെ നമ്മുടെ ഇടവ പള്ളിയുടെ പരിസരങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ഒരു ഈശോയുണ്ട് അവിടെ സക്രാരിയില്. ഈശോ അങ്ങനെ തന്നെ പറയുകയാണ്, എൻ്റെ മകനെ നിനക്ക് വേണ്ടി സ്നേഹത്തിന്റെ കുദാശയിൽ പരിശുദ്ധ കുർബാനയിൽ ക്ഷമയോടെ ഞാൻ കാത്തിരിക്കുന്നു. സക്രാരിയിൽ നിനക്ക് വേണ്ടി ഞാൻ ബന്ധിതനായിരിക്കുകയാണ്. നീ എൻ്റെ അടുക്കൽ വരാത്തത് കൊണ്ടാണ് ഞാൻ സക്രാരിയിൽ ബന്ധിതനായിരിക്കുന്നത്. നീ എന്നെ വളരെ വിരളമായി മാത്രമാണ് സന്ദർശിക്കുന്നത്. കാരണം നിനക്ക് വേണ്ടി ബന്ധിതനായിരിക്കുന്ന എന്നെ നീ പലപ്പോഴും ഓർക്കുന്നില്ല. എൻ്റെ മകനെ പരിശുദ്ധ മദ്ബഹായിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിന്റെ സാന്നിധ്യത്തെ തീഷ്ണതയില്ലാതെയും ശ്രദ്ധക്കുറവോടും അവഗണനയോടും കൂടി നിങ്ങൾ സമീപിക്കുന്നത് കാണുമ്പോൾ എനിക്കുള്ള വേദന അതികഠിനമാണ്. പരിശുദ്ധമായതിനെ പരിശുദ്ധമായിട്ട് സൂക്ഷിക്കേണ്ടതിന് പകരം നമ്മൾ പരിശുദ്ധ മദ്ബഹായെയും പരിശുദ്ധ ബലിപീഠത്തെയും ആ മദ്ബഹായിൽ ക്രയവിക്രയം ചെയ്യുന്ന കർത്താവിന്റെ തിരുശരീര രക്തങ്ങളെയും ഒക്കെ നിസ്സാരവൽക്കരിക്കുമ്പോൾ ആ വേദനയോടെ ബർണബാസിനോട് ഈശോ പറയുകയാണ്, ഞാൻ കരയുകയാണ്, ഞാൻ ബന്ധനസ്ഥനാണ്, എനിക്ക് അതുമാത്രം എൻ്റെ തീവ്ര വേദനയാണത്. ഈശോ പറയുകയാണ്, ഈ തീവ്ര വേദനയ്ക്ക് കാരണം നമ്മളാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി തിരുസക്രാരിയിൽ ഇരിപ്പുണ്ട്, നിങ്ങൾ എന്നെ വന്ന് കാണുന്നില്ല. ശരിയല്ലേ? നമ്മൾ ഈശോയോട് വല്ലതും ചോദിക്കണുണ്ടോ? നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കണുണ്ടോ? ഈശോയോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന എത്ര പേരിവിടെയുണ്ട്? നമ്മൾ പ്രാർത്ഥിക്കുന്നത് മുഴുവനും അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കും, ഔഷപിതാവിന്റെ മാധ്യസ്ഥം യാചിക്കും, ഈ അന്തോണീശ്വരനാളുടെ മാധ്യസ്ഥം യാചിക്കും, വിശുദ്ധരുടെ നല്ലതാ. എൻ്റെ ബലഹീനതയിൽ എനിക്ക് ഈശോയോട് പ്രാർത്ഥിക്കാൻ കഴിയാതെ വരുമ്പോൾ എൻ്റെ മധ്യസ്ഥരായിട്ട് നിൽക്കുന്നവരാണ് ഇവരെല്ലാം. സത്യസുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചവരാണ് ഇവരെല്ലാം, പരിശുദ്ധ അമ്മ ഉൾപ്പെടെയുള്ള എല്ലാവരും.
പക്ഷെ നീ ഈശോയോട് നേരിട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ഈശോയോട് ചോദിക്കുന്നതൊന്നും ഈശോ തരാതിരുന്നിട്ടില്ല. മുട്ടുപിൻ തുറക്കപ്പെടുമെന്ന് പറഞ്ഞത്, മുട്ടിയതെല്ലാം അവൻ തുറന്നു തന്നിട്ടുണ്ട്. ചോദിക്കുന്നതെല്ലാം അവൻ തരും. നീ ഈശോയോട് നേരിട്ട് ചോദിക്കേ. ഈശോയുടെ സങ്കടം അതാ, ഞാൻ 24 മണിക്കൂറും ആ സക്രാരിയിൽ ഇരിപ്പുണ്ട്. എന്നെ ഒന്ന് വന്ന് കാണാനോ, നിന്റെ സങ്കടങ്ങളും വേദനകളും നിന്റെ രോഗങ്ങളും ഒക്കെ ഒന്ന് ഇറക്കി വയ്ക്കാനോ, വേറെ ആരും നിന്നെ കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ കേൾക്കാൻ അവിടെയുണ്ട്. നീ പരിതപിക്കുന്നില്ലേ? എന്നെ ആരും കേൾക്കണില്ല, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ വീട്ടുകാർ, എൻ്റെ മക്കള്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഒന്നും കേൾക്കണില്ല. നിന്നെ കേൾക്കാൻ ഞാൻ റെഡിയാ. ദിവികാരനെ ഈശോ പറയുക ബർണബാസിനോട്, നിന്നെ കേൾക്കാൻ ഞാൻ റെഡിയാ. എന്തേ നീ വരാത്തത്? എന്തേ നീ വരാത്തത്? നമ്മൾ പോകാറുണ്ടോ ഈശോയുടെ അടുത്ത്? പോകാറില്ല. ഈശോയുടെ തീവ്ര വേദനയാണ്. അതുകൊണ്ട് വീണ്ടും ബർണബാസിനോട് ഈശോ പറയുക, എൻ്റെ മകനെ, വിശുദ്ധ കുർബാനയിലൂടെ നിന്റെ ഹൃദയമാകുന്ന അൾത്താരയിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ എന്താണ് ഞാൻ സഹിക്കുന്നത് എന്ന് നിനക്കറിയാമോ? ഇനി ആ നമ്മുടെ ഉള്ളിലേക്ക് ഓരോ പരിശുദ്ധ കുർബാനയിലും ഈശോ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഈശോയുടെ സഹനത്തെക്കുറിച്ച് പറയുകയാണ്. വിശുദ്ധ കുർബാനയിലൂടെ നിന്റെ ഹൃദയമാകുന്ന അൾത്താരയിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ എന്താണ് ഞാൻ സഹിക്കുന്നത് എന്ന് നിനക്കറിയാമോ? നിന്റെ പാപങ്ങൾ എന്നെ വരിഞ്ഞു മുറുക്കി നിഷ്കരണം മർദ്ദിക്കുന്നു. കണ്ട, നമ്മൾ ഓരോ പരിശുദ്ധ കുർബാനയിലും ഈശോയുടെ ശരീര രക്തങ്ങൾ നമ്മൾ വാങ്ങി ഭക്ഷിക്കുന്നു, പാനം ചെയ്യുന്നു. എവിടെയാ നമ്മൾ വാങ്ങിക്കുക? പക്ഷെ ആ തിരുശരീര ശരീരങ്ങൾ നമ്മൾ വാങ്ങി ഭക്ഷിക്കുമ്പോൾ ഒപ്പം നമ്മുടെ പാപങ്ങളുണ്ട്. നമ്മൾ പാപങ്ങളെ ഓർത്ത് അനുദപിക്കുന്നില്ല. കഠിനമായ പാപങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുക. അതുകൊണ്ടാണ് 1 കൊറിന്തോസ് 11:27-30 1 കൊറിന്തോസ് 11:27-30 അവിടെ പറയുകയാണ്, തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ തന്റെ തന്നെ ശരീരത്തിനും രക്തത്തിനുമെതിരായി തെറ്റ് ചെയ്യുന്നു. ആകയാൽ ഒരുവൻ ഈ ശരീര രക്തങ്ങളെ സമീപിക്കുന്നതിന് മുൻപ് തന്റെ തന്നെ ആത്മാവിനെയും ശരീരത്തെയും വിവേചിച്ചറിയട്ടെ. നമ്മിൽ പലരും രോഗികളും നമ്മിൽ പലരും ബലഹീനരും നമ്മിൽ പലരും മരണപ്പെട്ടു പോകാൻ കാരണം നാം ഒരുക്കമില്ലാതെ, പാപബോധമില്ലാതെ, പ്രായശ്ചിത്തമില്ലാതെ സ്വീകരിക്കുന്ന നമ്മുടെ നാഥന്റെ ശരീര രക്തങ്ങളാണ്. കണ്ട, ഈശോ തന്നെ പറയുക, നിന്റെ നാശത്തിന് കാരണം ഞാനല്ല, നിന്റെ പാപങ്ങളാ. നീ പാപത്തോടു കൂടിയാണ് എന്നെ സ്വീകരിക്കുന്നത്. എന്റെ ശരീര രക്തങ്ങൾ നീ ഉൾക്കൊള്ളുന്നത് പാപത്തോടെയാ. ബർണബാസിനോട് ഈശോ പറയുക, അങ്ങനെ തന്നെ പറയണത്, നിന്റെ ഹൃദയത്തിൽ എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. എന്നെ കഠിന ഹൃദയത്തോടെ മർദ്ദിച്ചതിന് ശേഷം നീ എന്നെ ദൂരേക്ക് വലിച്ച് ഇഴയ്ക്കുകയും അധാർമികത കൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ വാതിൽ അടച്ചു പൂട്ടുകയും ചെയ്യുന്നു. നിന്റെ പാപകരമായ ജീവിതം വഴി നീ എന്നോട് ചെയ്യുന്നതാണ് ഇത്. വിശുദ്ധിയുള്ള അവസ്ഥയിൽ എന്നെ സ്വീകരിക്കാതെ സകല മനുഷ്യർക്കും, വിശുദ്ധിയുള്ള അവസ്ഥയിൽ സ്വീകരിക്കുമ്പോൾ ഞാൻ സകല മനുഷ്യർക്കും ജീവന്റെ അപ്പമാണ്. അശുദ്ധിയിൽ എന്നെ സ്വീകരിക്കുമ്പോൾ സകല മനുഷ്യരുടെയും നാശകാരണമായിട്ട് മാറുന്നു ദിവ്യകാരുണ്യം. അതാണ് കൊറിന്തോസ് ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, വിശുദ്ധിയുള്ളവര് ഈശോയുടെ ശരീര രക്തങ്ങളെ സ്വീകരിക്കുമ്പോൾ അത് അനുഗ്രഹമായിട്ട് മാറും. വിശുദ്ധിയുള്ളവര്, വിശുദ്ധി ഇല്ലാതെ ഈശോയുടെ ശരീരരക്തങ്ങളെ സ്വീകരിച്ചാൽ എന്ത് പറ്റുമെന്നറിയാവോ? അത് നമ്മുടെ തന്നെ നാശകാരണമായിട്ട് മാറുന്നു, നമ്മളുടെ തന്നെ അപകടത്തിന് കാരണമായിട്ട് മാറുന്നു. നമ്മളത് തിരിച്ചറിയണില്ലെന്നേ. എന്നിട്ട് ഓടി നടക്കുക ഇങ്ങനെ, ഞങ്ങൾക്ക് ആ സഹനം, ഈ സഹനം, മറ്റേ സഹനം. നമ്മൾ, എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നിപ്പം തോട്ടകോ എന്ന് പറഞ്ഞൊരു പള്ളിയിൽ ധ്യാനം കഴിഞ്ഞ് വരികയാണ്. ഇന്ന് അവിടെ 2ാം ദിവസമാണ്. അവിടെ ധ്യാനം കഴിയുമ്പോൾ ഇന്നത്തെ എൻ്റെ ടോക്ക് ഇതായിരുന്നു, വിശുദ്ധിയില്ലാതെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങാൻ പറ്റില്ല. നമ്മൾ എന്തോരം പ്രാർത്ഥിച്ചു കൂട്ടണത്, നമ്മളൊന്ന് ചിന്തിച്ച്, എന്തോരം പ്രാർത്ഥിച്ചു കൂട്ടണം. പ്രാർത്ഥിച്ചു കൂട്ടിയിട്ട് നമ്മളുടെ സങ്കടം എന്നതാ അമ്മച്ചി? നമ്മുടെ സങ്കടം ഈശോ കേൾക്കണില്ല അല്ലേ? എന്തോരം പ്രാർത്ഥിച്ചിട്ട് ഈശോ കേൾക്കണില്ല അല്ലേ? അമ്മച്ചിയുടെ സങ്കടം അതല്ലേ? ഈ രാത്രി പ്രാർത്ഥനയ്ക്കും അല്ലാത്ത പ്രാർത്ഥനയ്ക്കും എല്ലാത്തിനും അമ്മച്ചി പോകണുണ്ട്. അമ്മച്ചി ചോദിച്ചതൊക്കെ തമ്പുരാൻ തന്നെ ഉണ്ടാവും. കിട്ടാത്തതില്ലേ? എന്താ കിട്ടാത്തത്? എന്തേ കിട്ടാത്തത്? അത് അർഹതയില്ലാത്തതാ ചോദിച്ചത്. നമ്മൾ എന്തും ചോദിച്ചോ ഈശോയോട്, പക്ഷെ ചോദിക്കുമ്പോൾ
നമുക്കൊരു വിശുദ്ധി ഉണ്ടാവണം. നമുക്കൊരു വിശുദ്ധി ഉണ്ടാവണം. വിശുദ്ധിയില്ലാതെ ഈശോയോട് എന്ത് ചോദിച്ചാലും തരിയല്ല ഈശോ, ഉറപ്പാ. നമുക്ക് ഈ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഒഴുകേണ്ട അനുഗ്രഹങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ അശുദ്ധിയാണ്. അശുദ്ധി. ഇതിനകത്ത് തന്നെ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. കണ്ട, ഇതിനകത്ത് പറയുകയാണ്, നീ എന്നെ ദൂരേക്ക് വലിച്ചിഴയ്ക്കുകയും അധാർമികത കൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ വാതിൽ അടച്ചുപൂട്ടി. അധാർമികത, ധാർമ്മികതയില്ലാത്ത വാക്കും പ്രവൃത്തിയും, ധാർമ്മികതയില്ലാത്ത, മൂല്യമില്ലാത്ത, മൊറാലിറ്റി ഇല്ലാത്ത വാക്കും പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തില് നമ്മൾ ഒന്ന് പറയുന്നു, ഒന്ന് പ്രവർത്തിക്കുന്നു, ഒന്ന് പറയുന്നു, ഒന്ന് പ്രവർത്തിക്കുന്നു. യാക്കോബ് അപ്പസ്തോലൻ പറയുന്നുണ്ട്, നിന്റെ പ്രവൃത്തിയും നിന്റെ വിശ്വാസവും ഒരേപോലെ ആയിരിക്കണമെന്ന്. ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെ നിന്റെ പ്രവൃത്തിയും നിന്റെ വാക്കും നല്ല നിന്റെ ജീവിതവും ഒരേപോലെ ആയിരിക്കണം. ഇല്ല എങ്കിൽ തമ്പുരാനോട് ചോദിച്ച തമ്പുരാൻ ഒന്നും തരികയില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ നിങ്ങളോട് പറയണത് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാ. ചില മനുഷ്യരോടൊക്കെ ശത്രുതയും വെറുപ്പും വെച്ചുകൊണ്ട് ഞാൻ തമ്പുരാനോട് ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചു. തമ്പുരാൻ മൈൻഡ് ചെയ്തില്ല. തമ്പുരാൻ മൈൻഡ് ചെയ്യണില്ല. അവസാനം എനിക്ക് തന്നെ സങ്കടം. ഞാൻ എന്തോരം പ്രാർത്ഥിച്ചത്, കർത്താവേ നീ എന്തെനിക്കൊന്നും തരാത്തത്. അവസാനം ഈ നാശം ആഗ്രഹിച്ച മനുഷ്യരെ ഞാൻ തിരിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. ദൈവമേ, ഈ ഭണ്ഡാരങ്ങളെ ഒന്ന് അനുഗ്രഹിക്കുക, ഇതുങ്ങളെ ഒന്ന് അനുഗ്രഹിക്കുക. ഇത്രയും നാൾ ഞാൻ ഇതിങ്ങളെ നാശം ആഗ്രഹിച്ചത്, ഇനി എനിക്കത് വേണ്ട, ഇതുങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് അനുഗ്രഹിക്കാന്ന് പറഞ്ഞു. ദേ കിടക്കണം. അപ്പൊ നമ്മൾ ആദ്യം ചോദിച്ചതൊക്കെ കിട്ടി. നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, സ്നേഹിച്ച് പ്രാർത്ഥിക്കുക. നോക്കട്ടെ, ഒരു ചെറിയ മാത്തമാറ്റിക്കൽ ഫോർമുല പോലെ നമ്മൾ പണ്ട് മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഠിച്ചിട്ടില്ലേ? a+b² = a² + 2ab + b². അതേപോലെ തന്നെ ആധ്യാത്മികതയിലെ ഒരു കൊച്ചു ഇക്വേഷനാണ് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, സ്നേഹിച്ച് പ്രാർത്ഥിക്കുക. പറയാൻ എന്ത് എളുപ്പമല്ലേ അമ്മച്ചി, അല്ലേ? ഞാൻ ഈ പറയണത് വല്ലതും കേൾക്കണുണ്ട്. അവിടെ ചിലരിരുന്നോണ്ട് കൊന്ത ഉരുട്ടണ്, ചിലര് സൂസു വെച്ചോണ്ടിരിക്കണ്. ഞാൻ പറയണതൊന്ന് കേക്ക്. ഈ സമയത്തും ചിലര് സ്തുതിച്ചോണ്ടിരിക്കുക. ചെവിക്കിട്ട് പിടിക്കണം. ഞാൻ ആ കൊന്തയൊക്കെ മടക്കി വെച്ചേ. കൊന്ത ചെല്ലേണ്ട സമയത്ത് കൊന്തയല്ല. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നൊരു കട്ടപ്പെട്ട് പറയണം നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാ. അടച്ചു വെക്കും, കൊന്തയൊക്കെ അടച്ചു വെക്കി, കൈ വെച്ചോ, എന്നിട്ട് ഞാൻ പറയണത് കേക്ക് കേട്ടോ. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലെ അധാർമികത, നീതിയില്ലായ്മ, ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാം വാക്യം. ആ മൊബൈല് കയ്യിലുള്ളവരൊന്നും എടുത്തേ. ആ മൊബൈലിൽ ബൈബിള് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളവരൊന്നും എടുത്തേ. ഇനി ബൈബിൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയും കയ്യിൽ ഉണ്ടാവില്ല, അത് വേറൊരു കാര്യം. ഇനി മൊബൈലിൽ ബൈബിൾ ഉള്ളവർ ആ മൊബൈലിലെ ബൈബിളൊന്ന് തുറന്നേ. എന്നിട്ട് ഞാൻ പറയുന്ന വാക്യങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കി. ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാം വാക്യം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് എനിക്കൊന്ന് വായിച്ചതാ. അവിടെ ഇരുന്ന് ഉറങ്ങാതെ എനിക്കൊന്ന് വായിച്ചതാ. ആ മൊബൈൽ എടുക്ക്. ഉറക്കൂല ഞാൻ, അത് വേറെ കാര്യം. അതിനകത്ത് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം 1-ാം വാക്യം 3 കാര്യങ്ങളാണ് പറയണത്. അതിനകത്ത് 3 കാര്യങ്ങൾ. 1-ാമത്തെ കാര്യം, ഭൂപാലകരെ നീതിയെ സ്നേഹിക്കുക. ഭൂപാലകരെ നീതിയെ സ്നേഹിക്കുക. നീതി, ദൈവം, ജസ്റ്റിസ്, നീതി. അനീതി, ഇൻജസ്റ്റിസ്, പിശാചാണ്. അവിടെ പറയുകയാണ് നീതിയെ സ്നേഹിക്കുക. ആ വാക്യത്തിൽ തന്നെ 2-ാമത് പറയുന്നു, കളങ്കമന്യ ഹൃദയത്തോടെ നിന്റെ ദൈവത്തെ കുറിച്ച് നീ ധ്യാനിക്കുക. അമ്മച്ചി ഞാൻ പറയണതിനകത്തില്ലേ, കളങ്കമന്യ ഹൃദയത്തോടെ നിന്റെ ദൈവത്തെ കുറിച്ച്. കളങ്കമന്യേ, ദാറ്റ് മീൻസ് എ പോസിറ്റീവ് വേർഡാണത്, ഒരു നെഗറ്റീവ് വേർഡല്ല. കളങ്കമന്യേ ഹൃദയത്തോടു കൂടി നിന്റെ ദൈവത്തെ കുറിച്ച് ധ്യാനിക്കുക എന്ന് വെച്ചാൽ വക്രതയില്ലാത്ത, കുശുമ്പില്ലാത്ത, കുന്നായ്മയില്ലാത്ത, പകശൂന്യമില്ലാത്ത, നമ്മൾ പരദൂഷണങ്ങളില്ലാത്ത ഹൃദയത്തോടു കൂടി വേണം നിന്റെ ദൈവത്തെ കുറിച്ച് നീ ധ്യാനിക്കാൻ. പറ്റുമോ അമ്മച്ചി? ഇച്ചിരിയൊക്കെ കുശുമ്പും കുന്നായ്മയും വക്രതയില്ലാണ്ട് പിന്നെ എന്തൊരു ജീവിതം അല്ലേ അമ്മച്ചി? പറ, ശരിയല്ലേ? ഇച്ചിരിയൊക്കെ കുശുമ്പും കുന്നായ്മയും, ഇച്ചിരിയൊക്കെ പരദൂഷണം പറഞ്ഞില്ലേ പിന്നെ എന്നാ പെണ്ണുങ്ങളാണ്?
ഇതിങ്ങളുടെയൊക്കെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ കയറ്റി രൂപക്കൂട് പണിത് കയറ്റിയിരുന്നത് എൻ്റെ IMSM ഒന്ന് മാറിക്കൊടുക്കുക, അവരെ കയറ്റിയിരുത്ത്. എന്താ ചെയ്യണേ? ചില മനുഷ്യർക്ക് ഒന്നും പറഞ്ഞിട്ട് ഒരനക്കവും ഇല്ല. വേണ്ട തെർമോക്കോള് വെച്ചിരിക്കുന്ന പോലെ ഇരിപ്പുണ്ട് ചിലരൊക്കെ. പാതി എണ്ണ ഇരുന്ന് ഉറങ്ങണുണ്ട്. ആ ഉറങ്ങണവർക്കിട്ട് ആ കൈമുട്ട് കൊണ്ട് ഇടിയും കിട്ടു കൊടുത്തേ. ആ വിളിക്ക്, എല്ലാത്തിനും വിളിക്ക്. എന്നതായി കാണിക്കണേ? എഴുന്നേറ്റിരുന്നേ. എനിക്ക് ഈ ഉറക്കം കാണുമ്പോ എനിക്കോ സങ്കടം വരുന്നേ. ഒന്ന് എഴുന്നേറ്റേ, എഴുന്നേറ്റിട്ടിരുന്നേ, എഴുന്നേക്ക്, ചാടി എഴുന്നേക്ക്. ആ തലേക്കത് ഇങ്ങനെയൊന്ന് വെച്ചേ, അനക്ക്. ആ മുമ്പിൽ നിൽക്കുന്നവനും സൈഡിൽ നിൽക്കുന്നവരുടെ കാലയിട്ടൊക്കെ ഓരോ ചവിട്ട് കൊടുത്തേ. അല്ലാണ്ട് പിന്നെ എന്താ ചെയ്യാനാ? ഇനി അവിടെ ഇരിക്കി, അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യും? കളങ്കമന്യ ഹൃദയത്തോടെ നിന്റെ ദൈവത്തെക്കുറിച്ച് നീ ധ്യാനിക്കുക. വക്രതയും കുശുമ്പും കുന്നായ്മയും ഭഗശൂന്യൊന്നും ഇല്ലാതെ ഹൃദയത്തോടു കൂടി വേണം നിന്റെ ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കാൻ. മൂന്നാമത് അതിനകത്ത് പറയുന്നു, ആ വാക്യത്തിൽ മൂന്നാമത് പറയുന്നു, നിഷ്കളങ്കതയോടെ നിന്റെ കർത്താവിനെ നീ അന്വേഷിക്കുക. നിഷ്കളങ്കതയോടെ നിന്റെ കർത്താവിനെ നീ അന്വേഷിക്കുക. എന്നിട്ട് പറയണ കാര്യങ്ങളാണെന്ന് ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് ഈശോ നമ്മളോട് പറയുന്ന കാര്യങ്ങളാണത്. എന്നിട്ട് നമ്മളോട് കർത്താവ് പറയുകയാണ്, വളരെ കൃത്യതയോടുകൂടി കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു, അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. കണ്ട, അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു, അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. മൂന്നാമത്തെ വാക്യം പറയുകയാണ്, കുടില ബുദ്ധി മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. അവിടുത്തെ ശക്തിയെ പരീക്ഷിക്കുന്ന ഭോഷന്മാർ ശാസിക്കപ്പെടുന്നു. കുടില ബുദ്ധി മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. അതാ ഇപ്പൊ ബർണാബാസിനോട് ഈ രണ്ടാമത്തെ അർത്ഥനയിൽ ഈശോ പറഞ്ഞത്, നിന്റെ മനസ്സിന്റെ മലിനത. നീ എന്നെ സ്വീകരിക്കുന്നു, നിന്റെ ഉള്ളിലേക്ക് ഞാൻ വരുമ്പോൾ നിന്റെ ഉള്ളിലേക്ക് വരുന്ന എന്നെ നീ ഞെക്കിക്കൊല്ലുകയാണ്. കാരണം എന്റെയും നിന്റെയും മനസ്സിലെ മലിനതകള്, കുടില ബുദ്ധി എനിക്ക് നിന്റെ ഉള്ളിൽ ജീവിക്കാൻ അനുവാദം തരുന്നില്ല. രണ്ടാമത്തെ അർത്ഥനയാണ് ഇത് പറഞ്ഞത്. ഇനി നമുക്ക് മൂന്നാമത്തെ അർത്ഥനയിലേക്ക് പോവാം. ബർണാബാസിനോട് ഈശോ പറയുന്ന മൂന്നാമത്തെ അർത്ഥന അവിടെ പറയുകയാണ്, അത് ശരിക്കും ആ ഗെത്സമൻ തോട്ടത്തിലെ രംഗമാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ഗെത്സമൻ തോട്ടത്തില് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഈശോ കൂട്ടിക്കൊണ്ടുപോയി. തീവ്രവേദനയോടെ ഈശോ പ്രാർത്ഥിക്കുക. പക്ഷെ അവന്മാരവിടെ കിടന്നുണ്ട് കൂർക്കം വലിച്ചുറങ്ങണം, നമ്മളെപ്പോലെ. ഈശോ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചോദിച്ചു, എന്നോടൊപ്പം 1 മണിക്കൂർ ഉണർന്നിരുന്നു കൂടെ. നിങ്ങളെല്ലാവരും ഉണർന്നായിരിക്കണം, അതുകൊണ്ട് നിങ്ങളെ ഇങ്ങോട്ട് ചോദിക്കാം, ഇവരോട് ചോദിക്കാം, നിങ്ങൾക്ക് 1 മണിക്കൂറെങ്കിലും ഉണർന്നിരുന്നു കൂടെ എന്ന്. 1 മണിക്കൂറെങ്കിലും എന്നോടൊപ്പം ഉണർന്നിരുന്നു കൂടെ. അതാ ഈശോ ചോദിക്കണം. മൂന്നാമത്തെ അർത്ഥന, എൻ്റെ മകനെ 1 മണിക്കൂർ പോലും എന്നോടൊപ്പം വന്ന് ഉണർന്നിരിക്കുവാൻ ആരും ധൈര്യപ്പെടാത്ത നിന്റെ ഹൃദയമാകുന്ന ഏകാന്തതയുടെ ഗെത്സമനിയിൽ ഞാൻ ഉണർന്നിരിക്കുകയാണ്. നീ ഉണർന്നിരിക്കുന്നില്ല. നിന്റെ ഹൃദയമാകുന്ന ഏകാന്തതയുടെ ഗെത്സമനിയിൽ നിനക്കുണർന്നിരിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ ഞാൻ ഉണർന്നിരിക്കുകയാണ്. ഉണർന്നിരിക്കുന്ന എൻ്റെ കൂടെ നിനക്ക് ഉണർന്നിരിക്കാൻ പറ്റുന്നില്ല. എന്നെ തനിയെ സഹിക്കുവാൻ വിട്ട് നാശം സംഭവിക്കുമെങ്കിൽ പോലും ഈ ലോകസമ്പത്ത് സ്വന്തമാക്കുവാൻ പായുവാനാണ് നിനക്കിഷ്ടം. കണ്ടാ, നീ എന്നെ ഒറ്റയ്ക്ക് സഹിക്കാൻ വിട്ടിട്ട് ഈ ലോകസമ്പത്ത് സ്വന്തമാക്കുവാൻ നീ ഇങ്ങനെ ഓടുകയാണ്. ഇത് ഭംഗിവാക്ക് പറയണതല്ല, ഇത് ദിവ്യകാരുണ്യ ഈശോ ബർണാബാസിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന, ബർണാബാസിനോട് ഈശോ സംസാരിക്കുന്ന, ഈശോയുടെ മലയാളം ഭാഷയിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബർണാബാസിനോട് പറഞ്ഞു കൊടുക്കുന്ന അതേ ഭാഷയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈശോയുടെ വാക്കുകളാണിത്. അതിൽ പറയുകയാണ്, ശത്രു വളരെ വേഗം അടുത്തു വരുന്നു. നീ ഉറങ്ങുമ്പോൾ ധാരാളം ആത്മാക്കളെ നേടുന്നതിന് വേണ്ടി അവൻ കളത്തിലിറങ്ങിക്കൊണ്ടിരിക്കുന്നു. കാരണം ഈശോ പറയാ, നീ ഉറക്കം കുറയ്ക്ക്. നീ കിടന്നുറങ്ങുമ്പോൾ നിന്റെ ശത്രു അനേകം ആത്മാക്കളെ കയ്യിലാക്കാൻ കളത്തിലിറങ്ങി കളിക്കുക. നമ്മൾ ഇതൊന്നും അറിയാതെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നു. ഉണർന്നെഴുന്നേക്കാൻ ഈശോ പറയുക, ഉണർന്നെഴുന്നേൽക്കുക. എന്നിട്ട് പറയാം, മകനെ ഉണർന്ന് 1 മണിക്കൂറെങ്കിലും എന്നോടൊപ്പം ആയിരിക്കുവാൻ നിനക്കാവില്ലേ? ഒരു ഏകാന്തതയുടെ ഗെത്സമനായ നിന്റെ ആത്മാവിന്റെ അൾത്താരയിൽ ഞാൻ നിന്റെ വരവും കാത്തിരിക്കുന്നു. നിന്റെ വരവ്, നിന്റെ ഹൃദയമാകുന്ന ആത്മാവിന്റെ അൾത്താരയിൽ
നിന്റെ വരവും കാത്ത് ഞാൻ ഇരിക്കുകയാ. നീ എന്നോടൊപ്പം 1 മണിക്കൂറെങ്കിലും ഉണർന്നെഴുന്നേക്ക്. എന്നിട്ട് പറയുകയാണ്, ഇനി അവിടെ മറ്റൊരു മേഖലയിലേക്ക് ഈശോ അവനെ കൊണ്ടുപോവുകയാണ്, ജഡികതയുടെ മേഖലകളിലേക്ക്. എന്നിട്ട് പറയാണ്, ജഡിക പാപങ്ങൾ മൂലം അനേകം ആത്മാക്കളാണ് നരകത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. മകനെ, നിന്റെ ബാഹ്യ മോടിയിലൂടെ നീ എത്ര ആത്മാക്കളെയാണ് നാശത്തിലേക്ക് നിരന്തരം നയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കാണുക. ശരിയാന്നേ, ദൈവം നമുക്ക് തന്ന ഈ മരിച്ചാൽ 24 മണിക്കൂർ പോലും ഫ്രീസറില്ലാതെ ഇരിക്കാത്ത ഈ ശരീരം കൊണ്ട് നമ്മൾ എത്ര പേരെ പ്രലോഭിപ്പിക്കുന്നു. നമ്മുടെ ഈ ശരീരം കൊണ്ട് അല്ലേ? ഇപ്പോഴത്തെ ആ ഡ്രസ് കോഡൊക്കെ ഒന്ന് നോക്കിക്കേ. ഈ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ സ്ത്രീകളും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന വസ്ത്രങ്ങളൊക്കെ നാമമാത്ര വസ്ത്രധാരികളാണിപ്പോൾ. എല്ലാം നാമമാത്ര വസ്ത്രധാരികൾ. ഈശോ പറയുകയാ, നിങ്ങൾ കൂടുതൽ എന്നെ വേദനിപ്പിക്കുന്നു. ജഡിക പാപങ്ങളെ കുറിച്ച് എന്ത് പറയും? ഇതിവിടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നൊരു വചനം, പ്രഭാഷക പുസ്തകം 23-ാമത്തെ അധ്യായം 17 മുതലുള്ള തിരുവചന ഭാഗം. പ്രഭാഷക പുസ്തകം 23-ാമത്തെ അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ. വ്യഭിചാരിക്ക് എല്ലാ അപ്പവും മധുരിക്കുന്നു, അവൻ മരണം വരെ അതിൽ നിന്ന് പിന്മാറുകയില്ല. ഇരുട്ടെനിക്ക് മറയാണ്, ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു, ആരും എന്നെ കാണുന്നില്ല, ഞാൻ എന്തിനു പേടിക്കണം, അത്യുന്നതൻ പോലും എൻ്റെ പാപങ്ങൾ പരിഗണിക്കുന്നില്ല. ഇങ്ങനെയുള്ളവൻ മനുഷ്യനെ മാത്രമേ ഭയപ്പെടുന്നുള്ളൂ. എന്നാൽ നിന്റെ ദൈവത്തിന്റെ കണ്ണുകൾക്ക് സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശക്തിയുണ്ടെന്ന് നീ തിരിച്ചറിയുന്നില്ല. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ ഇപ്പോൾ നീ എന്താണ്, ഇനി നീ എന്താകേണ്ടു, അതെനിക്കറിയാം. ഈശോ പറയുക പ്രഭാഷക പുസ്തകത്തില് 23-ാമത്തെ അധ്യായം 17 മുതലുള്ള തിരുവചനം. അതാണ് ഇവിടെ പറയുക, ജഡിക പാപങ്ങൾ മൂലം അനേകം ആത്മാക്കളാണ് നരകത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. മകനെ, നിന്റെ ബാഹ്യ മോടിയിലൂടെ നീ എത്ര ആത്മാക്കളെയാണ് നാശത്തിലേക്ക് നിരന്തരം നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണുക. നീ പരസ്യമായി നഗ്നനാക്കുന്നത് എന്നെയാണ് മകനെ. എന്നെ ആശ്വസിപ്പിക്കുക മകനെ, എൻ്റെ മേൽ കരുണയുണ്ടാകണം. ഒരിക്കലും പുരുഷൻ സ്ത്രീയെ അനുകരിക്കരുത്, സ്ത്രീ പുരുഷനെയും. ഞാൻ നിന്നെ സൃഷ്ടിച്ചതുപോലെ ആയിരിക്കുക മകനെ, ഞാൻ നിന്നെ സൃഷ്ടിച്ചതുപോലെ ആയിരിക്കുക. ഞാൻ പറയുന്നു, ഈ ലോകത്തിന്റെ ആഡംബരങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. നിന്റെ ശരീരമാകുന്ന പരിശുദ്ധാത്മാവിന്റെ ആലയം നശിപ്പിക്കുന്നതിനുള്ള ശത്രുവിന്റെ പദ്ധതിയാണിത്. മിതത്വമുള്ള ജീവിതം നീ പാലിക്കുക. ഈശോ പറയുക, ഞാൻ നിന്നെ പുരുഷനായിട്ടാ സൃഷ്ടിച്ചത്, ഞാൻ നിന്നെ സ്ത്രീയായിട്ടാ സൃഷ്ടിച്ചത്. നീ പുരുഷനായിട്ട് ജീവിക്കുക, സ്ത്രീയായിട്ട് ജീവിക്കുക. രണ്ടും കെട്ട മനുഷ്യരായിട്ട് ജീവിക്കരുത്. ശരിയാ, ഇന്നത്തെ പുതിയ തലമുറ 2 കെട്ട മനുഷ്യരായിട്ടാണ് ജീവിക്കുന്നത്. ഞാൻ പലപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരെയൊക്കെ, പ്രത്യേകിച്ച് പെൺപിള്ളേരും ആൺപിള്ളേരും ഒക്കെ, നമ്മുടെ കൗമാരക്കാരെ പുറത്ത് റോട്ടിലൊക്കെ കാണുമ്പോൾ ഞാൻ അറിയാതെ ചിന്തിച്ചു പോയിട്ടുണ്ട്, ദൈവമേ, ഇതുങ്ങളൊന്നും മാതാപിതാക്കളുടെ കൺവെട്ടത്തിലൂടെ അല്ലേ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നതെന്ന്. മാതാപിതാക്കളുടെ കൺവെട്ടത്തിലൂടെ അല്ലേ ഇറങ്ങിപ്പോകുന്നതെന്ന്. കാരണം ഈ മാതാപിതാക്കൾ, നിങ്ങളൊരു ഡ്രസ്സ് വാങ്ങാനായിട്ട് ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോയി കഴിയുമ്പോൾ ഏറ്റവും വില കൊടുത്ത് ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യമുള്ള ഉടുപ്പ് മേടിച്ച് പിള്ളേർക്ക് കൊടുക്കുന്നു. ഏറ്റവും വലിയ വില കൊടുത്ത് ഏറ്റവും കുറഞ്ഞ ചെറിയ ഉടുപ്പ് മേടിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ശരീരം മുഴുവനും പ്രദർശിപ്പിച്ച് ഒരു എക്സ്പോസീവ് നേച്ചർ, അതായത് നിങ്ങളെല്ലാവരും എന്നെ കണ്ടോ എന്നും പറഞ്ഞാണ് നടക്കുന്നത്. അതായത് നാണമെന്ന് പറയുന്ന സാധനം, ഒരു ഷെയിം, അതില്ല ഇപ്പം. അതൊക്കെ പോയി, കാറ്റത്ത് പറന്നുപോയി. എന്ത് കോലവും കെട്ടാമെന്നുള്ളൊരവസ്ഥയിലേക്ക് ഇന്ന് മാറി. അതിൻ്റെ വേദനയാ കർത്താവ് ഇവിടെ പറയുന്നത്. എന്നിട്ട് പറയാം, എൻ്റെ പ്രിയ മകനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് മനസ്സിലാക്കി തരുന്നതിനുമായി നിന്നെ മുഴുവനായി എനിക്ക് സമർപ്പിക്കുവാനും എനിക്ക് മാത്രമായി നീക്കിവെക്കാനുമായി ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ്. കണ്ടാ, ഈശോ പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നുവെന്നും നീ പൂർണ്ണമായിട്ട് അറിയുവാൻ വേണ്ടി നീ എനിക്കായിട്ട് നിന്നെ മാറ്റിവെക്കുക. കാരണം ഞാൻ തരാത്തതായിട്ടൊന്നും നിന്റെ കയ്യിലില്ല. 1 കൊറിന്തോസ് 1:4-5. എന്ത് മേന്മയാണ് നിനക്ക് ഭാവിക്കുവാനുള്ളത്? ഞാൻ തരാത്തതായിട്ട് എന്താണ് നിന്റെ കയ്യിലുള്ളത്? എന്നെ കൂടാതെ നീ സമ്പന്നനായെന്നോ, എന്നെ കൂടാതെ നിനക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്നോ പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുകയാണ്. ഈശോ തരാത്തതായിട്ടൊന്നും നമ്മുടെ കയ്യിലില്ല. നാലാമത്തെ അർത്ഥന ബർണ്ണബാസിനോട് ഈശോ പറയുന്നത് ഇങ്ങനെയാ, എൻ്റെ മകനെ, നിന്റെ ഗുരുവും രക്ഷകനുമായവനെ ഇങ്ങനെയാണോ നീ ഒറ്റിക്കൊടുക്കുന്നത്? യൂദാസിനെ കുറിച്ച് അവിടെ പറയണത്. യൂദാസ് പറഞ്ഞു, റോമൻ പടയാളികളോട് പറഞ്ഞു, ഞാനിതാ ഒരുവനെ പോയി ചുംബിക്കും.
ഞാനിതാ ഒരുവനെ പോയി ചുംബിക്കും, ആ ചുംബിക്കുന്നവനെ നീ പിടിച്ചു കൊള്ളണം. ഈശോവനോട് ചോദിച്ചു, സ്നേഹിത, നീ എന്നെ ചുംബിച്ചുകൊണ്ടാണോ ഒറ്റിക്കൊടുക്കുന്നത്? യൂദാസിനോട്. എന്നിട്ട് അന്ത്യാത്താഴ വേളയില് അപ്പമെടുത്ത് മുറിച്ച് ഇതിന്റെ ശരീരമാവുന്നു, ഇതിന്റെ രക്തമാവുന്നു എന്ന് പറഞ്ഞ് ആദ്യം കൈമാറിയത് ആർക്കാണ്? ഹലോ 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 ആർക്കാണ് ആദ്യം കൈമാറിയത്? ഇവിടെ ഞാൻ വിളിക്കാന്നേ, നിങ്ങളൊക്കെ ഇരുന്ന് ഉറങ്ങണ്, ഞാനിത് എന്തിട്ട് പറയണേ? പലതരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യൂദാസ് അന്ത്യത്താഴ വേളയില് അപ്പം മുറിച്ച് ആർക്കാ കൊടുത്തത്? യൂദാസിന്. അപ്പൊ വചനം എന്താ പറയണത്? യൂദാസ് അത് കൈപ്പറ്റിയപ്പോൾ യൂദാസിൽ ആര് പ്രവേശിച്ചു എന്നാ പറയുന്നത്? സാത്താൻ പ്രവേശിച്ചു. കേട്ടാ, അന്ത്യാത്താഴ വേളയില് ഇതിന്റെ ശരീരമാവുന്നു, ഇതിന്റെ രക്തമാവുന്നു എന്നും പറഞ്ഞ് തന്റെ ശരീര രക്തങ്ങൾ മുറിച്ച് കൊടുത്തത് യൂദാസിന്. യൂദാസ് അത് കൈപ്പറ്റിയപ്പോൾ വചനം പറയുന്നു, അവനിൽ സാത്താൻ പ്രവേശിച്ചു. കാരണം അവന്റെ മനസ്സ് ചതിയുടെ മനസ്സായിരുന്നു. അവന്റെ മനസ്സ് ചതിയുടെ മനസ്സായിരുന്നു, വഞ്ചനയുടെ മനസ്സായിരുന്നു. വഞ്ചനയുടെയും ചതിയുടെയും മനസ്സോടുകൂടി ഈ ബലിപീഠത്തിൽ മുറിയപ്പെടുന്ന കർത്താവിന്റെ ശരീര രക്തങ്ങൾ വാങ്ങി ഭക്ഷിച്ചാൽ എന്തു പറ്റും? മത്തായി സുവിശേഷം 27-ാമത്തെ അധ്യായം 4-5 വാക്യത്തില് അവൻ ആ വെള്ളി നാണയങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് പോയി കെട്ടിത്തൂങ്ങി ചത്തു. മത്തായി സുവിശേഷം 27:4-5 വചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവൻ ആ വെള്ളി നാണയങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടിത്തൂങ്ങി ചത്തു. യൂദാസ് ഇതാണ് ഈ ബലിപീഠത്തിൽ മുറിയപ്പെടുന്ന കർത്താവിന്റെ ശരീര രക്തങ്ങള് വിശുദ്ധിയോടെ നമ്മൾ വാങ്ങി ഭക്ഷിച്ചില്ല എങ്കിൽ, അത് തന്നെയാണ് ഈശോ ഇവിടെ പറയുന്നത്. എൻ്റെ മകനെ, ഇതെന്നെ വളരെയധികം വേദനിപ്പിക്കുന്നു. കാരണം അവർ എൻ്റെ പിതാവിൻ്റെ ഭവനം ഒരു കച്ചവട സ്ഥലമാക്കുകയാണ്. എൻ്റെ പിതാവ് അത്യധികം ക്രുദ്ധനാണ്. എൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് എന്നെ നീ പുറത്താക്കുന്നത് എങ്ങനെയെന്ന് നോക്കിക്കാണുക. മകനെ, നീ നിന്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ ജീവിതം എനിക്ക് സമർപ്പിക്കുക. ലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒറ്റിക്കൊടുക്കപ്പെടുന്നവനാണ് ഞാൻ. മകനെ, നീ എനിക്ക് എന്തിനു വേണ്ടി അധ്വാനിക്കുന്നു? അവയെല്ലാം അഗ്നിയാൽ നശിപ്പിക്കപ്പെടും. ആകയാൽ നീ നിഷ്ഫലമായി അധ്വാനിക്കുന്നത് എന്തിന്? എൻ്റെ മകനെ, എന്നിലേക്ക് തിരികെ വരിക. രക്ഷിക്കാനായി വന്നവന്റെ മേൽ കരുണയുണ്ടാവുക. ഈശോ പറയുക, നീ ഈ ലോക സമ്പത്തുകളെല്ലാം വാങ്ങാൻ വേണ്ടി നീ ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ ആത്യന്തികമായിട്ട് നിനക്ക് ലഭിക്കേണ്ടതെല്ലാം നഷ്ടമാകും. അച്ഛൻ പ്രശാന്തച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്. അച്ഛൻ അനുകൂലിക്കുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കും. ഞാൻ എല്ലായിടത്തും പറയണതാണത്. എന്താണെന്നറിയാമോ? നമ്മുടെ ഈ ബലിപീഠം ഉണ്ടല്ലോ, ഇന്ന് പല കത്തോലിക്ക കുടുംബങ്ങളുടെയും നാശത്തിന്റെ കാരണം, വ്യക്തികളുടെയും കുടുംബത്തിന്റെയും നാശത്തിന്റെയും കാരണം ഈ ബലിപീഠവും ഇവിടെ മുറിയപ്പെടുന്ന കർത്താവിന്റെ ശരീര രക്തങ്ങളുമാണ്. ആരെങ്കിലും എതിർക്കണുണ്ടോ ഞാൻ ഈ പറഞ്ഞതിനെ? നിങ്ങൾക്ക് കൈപൊക്കി എതിർക്കാം. എന്റെ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായോ? ഈ ബലിപീഠവും ഇവിടെ മുറിയപ്പെടുന്ന കർത്താവിന്റെ ശരീര രക്തങ്ങളുമാണ് പല കത്തോലിക്ക കുടുംബങ്ങളുടെയും കത്തോലിക്കരുടെയും നാശത്തിന്റെ കാരണം. അതിന്റെ കാരണമൊക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, പാപത്തോടു കൂടി നമ്മൾ ഈ ശരീര രക്തങ്ങൾ വാങ്ങി ഭക്ഷിക്കുമ്പോൾ അത് നമ്മുടെ നാശത്തിന് കാരണമാവുന്നു. 1 കൊറിന്തോസ് 11:27-30 പഠിപ്പിച്ചു. ഇപ്പൊ യൂദാസിന്റെ പറഞ്ഞു. യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുക്കുന്ന മനസ്സോടുകൂടി ആ തിരുശരീര രക്തങ്ങൾ കയ്യിൽ വാങ്ങിയപ്പോൾ അവനിൽ സാത്താൻ പ്രവേശിച്ചു. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, പാപത്തോടുകൂടി ഈശോയുടെ ശരീര രക്തങ്ങളെ സമീപിക്കല്ലേ. വെറുതെ നാശേറ്റു വാങ്ങരുത്. അച്ഛനൊന്നും പറയാനില്ല ഇതിനപ്പുറത്തേക്ക്. വെറുതെ ഈ എല്ലാ തരത്തിലുള്ള അധാർമിക പ്രവൃത്തികൾ ചെയ്തതിന് ശേഷം വന്നിട്ട് മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നീ കൈനീട്ടിയും നാവ് നീട്ടിയും ഈശോയുടെ ശരീര രക്തങ്ങൾ വാങ്ങി ഭക്ഷിക്കരുത്. നമ്മുടെ തന്നെ ശവക്കുഴി നമ്മൾ തോണ്ടുകയാണ്, മറന്നു പോകരുത്. നമ്മുടെ തന്നെ ശവക്കുഴി നമ്മൾ തോണ്ടുകയാണ്, കട്ടായാണ്, മറന്നു പോകരുത്. ഇത് പറഞ്ഞ മനുഷ്യർക്ക് മനസ്സിലാകൂലെന്നേ. ഇപ്പൊ ഞങ്ങളൊക്കെ ഇടവക വികാരിമാരാ. ഒരു 1000 പാക്കറ്റിന്റെ ഓസ്തി പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇട ദിവസമാണെങ്കിലും 2 ദിവസത്തേക്ക് പോലും ഇല്ല. എന്താ കാരണം എന്നറിയാവോ? പള്ളി വനവരെല്ലാവരും കുർബാന സ്വീകരിക്കുക വേണം. നല്ലതാണ്, കുർബാന സ്വീകരിക്കണം. പക്ഷെ ഒരൊറ്റ കാര്യമുള്ളൂ എനിക്ക് പറയാൻ. അനുദപിച്ച് പ്രാർത്ഥിച്ചിട്ട് കുമ്പസാരിച്ച് ഒരുങ്ങിയിട്ടാണോ നീ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്? അത്രേ എനിക്കൊരു ചോദ്യമുള്ളൂ.
ഇത് നമ്മളിൽ ഭൂരിഭാഗം പേരും ഞാൻ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ അവൾ എന്നാ പറയും? പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നീ എന്താടി ഇന്ന് കുർബാന സ്വീകരിക്കാഞ്ഞത്? ഞാൻ കുമ്പസാരിച്ചില്ലടി. നീ അതിന് മാത്രം വലിയ പാപം ചെയ്ത എന്ന് അവള് ചോദിക്കുമെന്നുള്ളത് കൊണ്ട് എന്നാ ഞാൻ സ്വീകരിച്ചേക്കാം. വേണ്ട കേട്ടോ, വേണ്ട. ഈശോ തന്നെ ബർണ്ണാബാസിനോട് പറയുക, വേണ്ട, പാപത്തോടുകൂടി നിന്റെ ഉള്ളിലേക്ക് എന്നെ നീ സ്വീകരിച്ചാല് നിന്റെ നാശത്തിന്റെ കാരണമതാ, നിന്റെ സകല അധപ്പതനത്തിന്റെയും കാരണമതാ. ഇത് നേർച്ച സദ്യ അല്ല. ദിവ്യകാരുണ്യ സ്വീകരണം എന്ന് പറയുന്നത് നേർച്ചയപ്പോ അല്ല, രൂപക്കുട്ടി വെച്ചിരിക്കുന്ന ഉണ്ടയല്ല, രൂപക്കുട്ടി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കോഴിക്കോട്ടയൊന്നും അല്ല. ദിവ്യകാരുണ്യത്തെ സമീപിക്കുമ്പോൾ ഭയഭക്തി ആദരവുകളോടെ ബഹുമാനിക്കണം. കാരണം നിന്റെ ജീവന്റെ വിലയാണ് നീ വാങ്ങി ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിന്റെയും എന്റെയും ജീവന്റെ വിലയാണെന്ന് മറന്നു പോകരുത്. അഞ്ചാമത്തെ അർത്ഥനയിലേക്ക് വരുമ്പോൾ കുമ്പസാരത്തെ കുറിച്ചാണ് പറയുന്നത്. കുമ്പസാരം അവിടെ പറയുകയാണ്, ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു ഡയലോഗാണത്, കുമ്പസാരക്കൂടിനെ വ്യഭിചരിക്കരുത്. അത് കരുണയുടെ കൂടാരമാണ്. ഈശോയെ അത് തന്നെയാ പറയണ. നോക്കിക്കേ, എന്റെ മകനെ, നിന്റെയും ലോകം മുഴുവന്റെയും പാപങ്ങൾ മൂലമുള്ള അടിയേൽക്കുന്ന എന്റെ വേദന എന്നാണ് അവസാനിക്കുക. നിന്റെയും ലോകം മുഴുവന്റെയും പാപങ്ങൾ മൂലം അടിയേൽക്കുന്ന എന്റെ വേദന എന്നാണ് നീ ഒന്ന് അവസാനിപ്പിക്കുക. എന്നിട്ട് പറയും, എന്തുകൊണ്ടാണ് നീ എന്നെ അടിക്കുകയും അതേസമയം എന്നെ മുൾക്കിരീടം അണിയിക്കുകയും ചെയ്തത്? ഞാൻ എന്ത് ചെയ്തിട്ടാ നീ എന്നെ അടിക്കുന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാ നീ എന്നെ മുൾക്കിരീടം വീണ്ടും വീണ്ടും അണിയിക്കുന്നത്? നമ്മൾ പറയും യഹൂദര് ഈശോയുടെ തലയിൽ മുൾക്കിരീടം അണിയിച്ചെന്ന്. പിന്നെ നമ്മൾ എന്നതായി കാണിക്കണത്? നമ്മൾ ചെയ്യുന്ന അനുദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ മൂലം നമ്മളും ഈ മുൾക്കിരീടമല്ലേ അവന്റെ ശരീരത്തിലടിക്കുന്നത്? പിലാത്തോസിന്റെ അരമനയിൽ അവൻ വിശുദ്ധ ഹെലേന പുണ്യവതിക്ക് ഏതാണ്ട് 6646 അടികൾ ഏറ്റുവാങ്ങിയെന്ന് ഹെലേന പുണ്യവതിക്ക് അവൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 1 2 അല്ല 6000. നമുക്കൊരു 20 അടിയേക്കാൻ പറ്റുമോ? 20 അടി നമ്മൾ ചത്തുപോകും. അവൻ ഏറ്റുവാങ്ങിയത് 6000-ൽ പരം അടികളാണ് അവൻ ഏറ്റുവാങ്ങിയെന്ന് ഹെലേന പുണ്യവതിക്ക് അവൻ വെളിപ്പെടുത്തി കൊടുത്തു. പിലാത്തോസിന്റെ അരമനയിൽ വെച്ച് 6000-ൽ പരം അടികൾ. അതും എങ്ങനെയാ? ശരീരത്തിലെ മാംസകഷ്ണങ്ങൾ പറഞ്ഞു പോകുന്ന രീതിയിൽ ഈ കല്ലും പട്ടകഷ്ണവും മുള്ളും ഒക്കെ വെച്ചുണ്ടാക്കിയ, ആണിയൊക്കെ വെച്ചുണ്ടാക്കിയ ചാട്ടവാർ വെച്ച് അടിക്കണത്. നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്ത് കഠോരമായ വേദനയാണ് അവൻ അനുഭവിച്ചത്. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും അടിക്കുന്നതെന്ന് ഈശോ ചോദിക്കുക. ഞാൻ എന്നിട്ട് പറയുക, ഞാൻ പാപം ചെയ്യട്ടെ, പിന്നീട് ഞാൻ പോയി കുമ്പസാരിക്കും. ഇതാണ് നമ്മുടെ തെറ്റ്. ഞാൻ പാപം ചെയ്യട്ടെ, പിന്നീട് ഞാൻ പോയി കുമ്പസാരിക്കും. കാരണം നമ്മളൊക്കെ എന്ത് തോന്നിവാസവും കാണിക്കാം, കുമ്പസാരക്കൂട് അവിടെ ഉണ്ടല്ലോ. നമുക്ക് എന്ത് തോന്നിവാസവും കാണിക്കാം, എന്നിട്ട് പോയി കുമ്പസാരിച്ചാൽ മതിയല്ലോ. തെറ്റാണത്, തെറ്റാണത്, തെറ്റാണ്. നമുക്ക് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല കുമ്പസാരക്കൂട്. അത് കരുണയുടെ കൂടാരമാണ്. അത് കരുണയുടെ കൂടാരമാണ്. അത് വിശുദ്ധിക്കുള്ള സ്ഥലമാണ്. എന്താണ്? അതൊരു റീബാപ്റ്റിസമാണ്. 2ാം മാമോദീസയാണെന്ന് ഓർക്കുക. നമ്മൾ മാമോദീസായില് പ്രസാദപരാവസ്ഥ നമുക്ക് ലഭിക്കും. ഒറിജിനൽ പാപത്തിൽ നിന്ന്, നമ്മുടെ ജന്മപാപത്തിൽ നിന്ന് മോചിതരായി സഭയിലെ ക്രിസ്തുവിന്റെ മൗദീസീനമായ ആ സഭയിലെ അംഗമായി ഒളിമങ്ങാത്ത പരിശുദ്ധാത്മാവിന്റെ മുദ്ര നമുക്ക് ലഭിച്ചു. അങ്ങനെ നമ്മൾ ആ പ്രസാദപരാവസ്ഥയിൽ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാനുഷികമായ പാപങ്ങൾ മൂലം ആ പ്രസാദപരാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ വീണ്ടും മാമോദീസ മുങ്ങാൻ പോകുന്നു. എ സെക്കൻഡ് ബാപ്റ്റിസം ഓർ റീബാപ്റ്റിസം. അതാണ് ഈ കുമ്പസാരക്കൂട്ടിൽ നടക്കുന്നത്. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഈ മാമോദീസ തൊട്ടിയും കുമ്പസാരക്കൂടും തമ്മിലുള്ള അകലമാണ് ഒരു മനുഷ്യന്റെ ജീവിതം. മാമോദീസ തൊട്ടിയും കുമ്പസാരക്കൂടും തമ്മിലുള്ള അകലമാണ് ഒരു മനുഷ്യന്റെ ജീവിതം. അതുകൊണ്ട് കുമ്പസാരക്കൂടിന് എന്ത് തോന്നിയാസവും കാണിച്ചിട്ട് പോയി കുമ്പസാരക്കൂട്ടി പോയിരിക്കാന്ന് പറയും. ഞാൻ എൻ്റെ ഈ 21ാമത്തെ വർഷം പൂർത്തിയാകാൻ പോവാണ് പട്ടം സ്വീകരിച്ചിട്ട്. ഞാൻ വർഷത്തിൽ 2 ദിവസം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കുമ്പസാരിപ്പിക്കാനിരിക്കില്ല അച്ഛാ. വർഷത്തിൽ 2 ദിവസം ഞാൻ, അത് ആരൊക്കെ എന്നെ തരും. എന്നെ കൊച്ചനായിരിക്കുന്ന സമയത്ത് എൻ്റെ വികാരിച്ചന്മാർ എന്നോട് വഴക്കടിച്ചിട്ടുണ്ട്. ഞാൻ ഇരിക്കുകയല്ല. എനിക്കൊരു ബോധ്യത്തിന്റെ തലത്തിലാണ് ഞാൻ ഇരിക്കാത്തത്. ഏതായിരിക്കും ആ ദിവസങ്ങൾ?
വർഷത്തിൽ 2 ദിവസം ഞാൻ കുമ്പസാരക്കൂട്ടി ഇരിക്കില്ല. കാരണം അന്നത്തെ കുമ്പസാരം മുഴുവനും കള്ള കുമ്പസാരമായിരിക്കും. പറ യുവാവേ, നീ പറ, ഏതായിരിക്കും ആ ദിവസം? പറയടാ, നീ താടിയിട്ട്. 1 ഡിസംബർ 24, 2 പെസഹ ബുധനാഴ്ച. എന്തേ കാരണം? ഈ 2 ദിവസവും ആളുകള് ക്യൂ നിക്കുക. മറ്റേ ബിവറേജ് ഷോപ്പിനെ വെല്ലുന്ന ക്യൂ നിൽക്കുന്ന. എന്തിനാ? പെസഹ വ്യാഴാഴ്ചയും ദുഃഖ വെള്ളിയാഴ്ചയും കുർബാന സ്വീകരിക്കാനുള്ള ലൈസൻസിന് വേണ്ടി, ഈ ക്രിസ്മസിന് കുർബാന അത് കഴിഞ്ഞ ഒരു പ്രശ്നമില്ല. പിന്നെ ആ കുംസാരക്കൂടും വേണ്ട, ഒന്നും വേണ്ട. അത് ഞാൻ പറഞ്ഞത്, അന്നത്തെ കുംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ഓടിപ്പോയിട്ട് വന്നിട്ട് കമ്പനി വിട്ട് ഓടി വന്ന് മുട്ടുകുത്തും. ഞാനിപ്പോൾ ഈ എഴുപനേലൊക്കെ വികാരിയായിരിക്കുന്ന സമയത്ത് ഈ 24-ാം തീയതി അവിടെ വരും. അപ്പം ഞാൻ ഇടവേല കുംസാരമൊക്കെ ഞാൻ നേരത്തെ തീർക്കും. എല്ലാം തീർത്തിട്ട് അന്ന് ഞാൻ പള്ളിയടച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം എനിക്കറിയില്ലായിരുന്നു ഈ എഴുപനേലൊക്കെ ഇങ്ങനെ കമ്പനികളുണ്ടല്ലോ ഇഷ്ടം പോലെ. അത് കഴിഞ്ഞ് ആളുകൾ ഇഷ്ടം പോലെ ഓടി വരും. ഈ കമ്പനി അങ്ങ് വിട്ട് കഴിയുമ്പോഴത്തേക്ക് ആളുകളിങ്ങ് ഓടി വരികയാണ്. ആളുകളും പെണ്ണുങ്ങളാ ഓടിക്കൊണ്ട് വന്നു. അച്ഛാ, കുംസാരിയില്ലേ? ഒരു വലിയ നിരയാ. കമ്പനിയുടെ ആ മൽഗം കമ്പനിയുടെ ഇതങ്ങോട്ട് മണിയങ്ങ് അടിച്ചു കഴിയുമ്പോൾ ഊത്ത പോലെ പെസഹ ബുധനാഴ്ച ഡിസംബർ 24 ഓടി ഇങ്ങ് വരിക. കുംസാരം കുംസാര ഞങ്ങളുടെ കുംസാരമൊക്കെ കഴിഞ്ഞു, നേരത്തെ കഴിഞ്ഞു. ഈ ഇടവേല കുംസാരമൊക്കെ നേരത്തെ കഴിഞ്ഞു. ആ അച്ഛാ, ഞങ്ങളെല്ലാ വർഷവും ഇവിടെ അച്ഛാ കുംസാരിക്കണത്. ഞങ്ങൾ എൻ്റെ ഇവിടുത്തെ കുംസാരമൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ രക്ഷയില്ല. നിങ്ങളുടെ ഇടവപ്പള്ളി പോയി കുംസാരിക്കാൻ മേലെ നിങ്ങൾക്ക്? ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ ഇത് കുംസാരിച്ചിട്ട് വേണം ഞങ്ങൾക്ക് മീൻ മേടിക്കാനും ഇറച്ചി മേടിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ. ഇതൊരു പണിയാണ്, അടുത്ത പണി വേറെ കിടക്കണം. ഇതൊരു പണിയാണ്, അടുത്ത പണി വേറെ കിടക്കണം. അതായത് കുംസാരം ഒരു പണിയാണ്. ഇത് പേരിനൊന്ന് തീർത്തിട്ട് വേണം ഇനി നാളെ ഈസ്റ്ററിനുള്ള സാധനങ്ങളൊക്കെ, അപ്പം പുഴുങ്ങാനുള്ള സാധനവും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകാൻ, പാല് കാച്ചാനുള്ള ശർക്കരയും ഒക്കെ മേടിച്ചുകൊണ്ട് പോകാൻ. ഞാൻ ഇന്നേവരെ ഇരുന്നിട്ടില്ല. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഇന്നേവരെ ഞാൻ ഇരുന്നിട്ടില്ല. തമാശല്ല. ഈ ഡിസംബർ 24 പെസഹ ഞാൻ എൻ്റെ ഇടവകയിലെ കുംസാരം കണ്ടിന്യൂസ് ആയിട്ട് പുറത്തുനിന്ന് അച്ഛനെ വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഞായറാഴ്ച രാവിലെ വെച്ചിട്ടുണ്ട്. ഞായറാഴ്ച കൊണ്ട് കുംസാരം തീർക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും പെസഹ ബുധനാഴ്ച ഇങ്ങോട്ട് വന്നേക്കരുതെന്ന് പറഞ്ഞിട്ട് കുംസാരിക്കാൻ. കാരണം പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഏറ്റവും വലിയ സങ്കടമാ, ഞാൻ പാപം ചെയ്യട്ടെ, പിന്നീട് ഞാൻ കുമ്പസാരിച്ചു കൊള്ളാം. അതായത് യാന്ത്രികമായിട്ട് നമ്മൾ പോയി എന്തെങ്കിലും കുമ്പസാരിച്ചിട്ട് കാര്യമില്ല. പാപബോധത്തോടും പശ്ചാത്താപത്തോടും കൂടി പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ, അതിന്റെ പിന്നില് ഒരു പ്രതിജ്ഞ കൂടി എടുക്കണം. പ്രതിജ്ഞ. ആ പ്രതിജ്ഞ ജീവിതത്തിൽ നിറവേറ്റുകയും വേണം. ഞാൻ ഈ പാപങ്ങൾ ചെയ്യുകയില്ലെന്നുള്ളൊരു പ്രതിജ്ഞ. നമ്മൾ ഈ പ്രതിജ്ഞ എടുക്കണില്ലെന്നേ. ഈ പ്രതിജ്ഞ നമ്മൾ എടുക്കണില്ല. പ്രതിജ്ഞ നമ്മൾ ഉപേക്ഷിക്കുക. നമ്മൾ ഈ കട്ട് ചവിട്ടി പിച്ച് മാന്തി കീറി കൂവി എന്നും പറഞ്ഞ് കുറെ സാധനങ്ങൾ ഡെയിലി പറയുന്ന കുറെ സാധനങ്ങളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ പെണ്ണുങ്ങളാണെങ്കിൽ പറയും, ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് ഇച്ചിരി കാശ് കട്ടെടുത്ത്. അല്ലെങ്കിൽ ഞാൻ അതിലേ പോയപ്പോൾ എൻ്റെ കാലയിൽ 2 തേങ്ങ തട്ടിയത് കൊണ്ട് ഞാനതങ്ങ് തട്ടിയിട്ട്, അല്ലെങ്കിൽ അതിലേ പോയപ്പോൾ എൻ്റെ മാങ്ങ എൻ്റെ തലയിട്ട് കൊണ്ടത് കൊണ്ട് ഞാനത് പറിച്ചെടുത്ത്. ഏത് പറിച്ചെടുത്തതല്ല തെറ്റ്, അതെൻ്റെ തലയിട്ട് കൊണ്ടതാണ് തെറ്റ്. ഇനി കട്ടെടുത്തു എന്ന് പറഞ്ഞു. കട്ടെടുത്തു, എന്നതാ കട്ടെടുത്തത്? കട്ടെടുത്തെന്ന് പറഞ്ഞാൽ പലരുടെയും വിചാരം കട്ടെടുത്താൽ അതങ്ങനെ കുംസാരക്കുട്ടി പോയി പറഞ്ഞാൽ തീരുമെന്നാ വിചാരം. ഇല്ല, പരിഹാരം ചെയ്തേ പറ്റൂ. ഇത് ഞാൻ പറയണതല്ല. ഓർദോ പെനിറ്റൻസിയ എന്ന പ്രമാണരേഖ പോളാറാമൻ മാർപ്പാപ്പയുടെ ദ ഓർഡർ ഓഫ് ദ സാക്രമെന്റ് ഓഫ് റിക്കൺസിലിയേഷൻ എന്നുള്ള കുമ്പസാരത്തിന്റെ ചട്ടങ്ങളും ക്രമങ്ങളും എന്ന അപ്പസ്തോലിക് എക്സോർട്ടേഷനിൽ പോളാറാമൻ മാർപ്പാപ്പ പറഞ്ഞു പഠിപ്പിക്കുന്നു. നമ്മളെ സഭ പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾ പരിഹാരം ചെയ്യണം. കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ ആ കട്ടെടുത്ത സാധനം തിരികെ ഓണറിന് കൊടുക്കണം. ഒന്നല്ലെങ്കിൽ നേരിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ അവൻ അറിയാതെ അവന്റെ കയ്യിലേക്ക് അത് എത്തണം. പരിഹാരം ചെയ്യുമ്പോഴാണ് ആ പാപം പൂർത്തിയാകുക. അല്ലാണ്ട് നീ സകലമാന സാധനവും കട്ടെടുത്തിട്ട് നീ അവിടെ കൊണ്ടുപോയി കുംസാരക്കൂട്ടി പോയി ഞാൻ കട്ടെടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കട്ടെടുത്ത മുതൽ നീ അനുഭവിക്കുകയും ചെയ്തു. ഞാൻ കുംസാരക്കുട്ടി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, നടക്കുകയല്ല. ആ പാപം മോചിക്കുകയല്ല. ഇത് ഞാനല്ല പറയണത്, സഭ പഠിപ്പിക്കുന്നതാണ്. ഈ വലിയ ആഴ്ചയിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആ കുംഭസാരം, ഈ ബോബി ജോസ് കട്ടിക്കാടച്ചിന്റെ ഒരു സെന്റൻസ് ഉണ്ട്, യു ടേക്ക് യുവർ ഗോഡ് ആസ് സീരിയസ്ലി. അച്ഛൻ എപ്പോഴും പറയുന്നൊരു ഡയലോഗാ,
യു ടേക്ക് യുവർ ഗോഡ് ആസ് സീരിയസ്ലി. നീ നിന്റെ ദൈവത്തെ കാര്യമായിട്ടൊന്ന് പരിഗണിക്കുക. തമാശയായിട്ടല്ല ദൈവത്തെ എടുക്കേണ്ടത്. നീ നിന്റെ ജീവിതത്തിൽ ഒരു 1-2 ഡസൻ കാര്യങ്ങൾ എടുത്താൽ അതിൽ 12-ാമത്തതായിട്ടോ 24-ാമത്തതായിട്ടോ അല്ല വരേണ്ടത്. നിന്റെ ജീവിതത്തിന്റെ 1-ാമത്തെ ആളായിട്ട് ദൈവം വരണം. നിന്റെ ജീവിതത്തിന്റെ 1-ാമത്തെ ആളായിട്ട് ദൈവം വരണം. വരുവോ? നീ ആത്മാർത്ഥമായിട്ട് ആത്മപരിശോധന ചെയ്ത് നോക്ക്. ഇത് ഈ സമയത്ത് പറയേണ്ട ടോക്കല്ല എന്ന് എനിക്കറിയാമെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു. കാരണം പകുതി എണ്ണവും വീണ്ടും വീണ്ടും ഉറക്കത്തിലേക്ക് പോകുന്നു. ചിലര് ഉണ്ടക്കണ്ണും വീഴ്ച തന്നെ പുറത്തേക്ക് നോക്കുന്നു. ഉറങ്ങിയിട്ട് ഉറക്കം ഇങ്ങനെ കട്ടിച്ചു പിടിക്കുക. ആ കണ്ണിങ്ങനെ പുറത്തേക്ക് തള്ളി വരുമ്പോൾ എനിക്ക് തന്നെ പേടിയാവുന്നു. ഒന്നുകൂടി എഴുന്നേറ്റ എല്ലാവരും. സ്റ്റാൻഡ് അപ്പ്. ചാടി എഴുന്നേക്ക്. അപ്പൊ ഇതേ അവരൊക്കെ ഒന്ന് വിളിച്ച് എഴുന്നേപ്പിക്ക്. ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യ്. വിളിച്ചാ അവർ വഴക്കൊന്നും ഇടിയാൽ എൻ്റെ പേരിൽ വിളിച്ചോ. ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യ്. എന്നിട്ട് കൈയും കാലൊക്കെ ഒന്ന് അനക്കിക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് അനക്കിക്ക്. അനക്ക്. എന്നിട്ട് ഇരിക്കി. ഇത് നിങ്ങളങ്ങനെ ഇരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്നാ തരും. നിങ്ങൾ ഉറങ്ങണ കാണുമ്പോൾ ഇവിടെ നിൽക്കണേ എനിക്ക് സങ്കടം വരിക തന്നെ. അതുകൊണ്ടാ ഇരിക്കി. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോ പറയുന്നത്, ഞാൻ നിരന്തരം പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വേദനിക്കുന്ന ഈശോനാഥൻ, നീ നിരന്തരം പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വേദനിക്കുന്ന ഈശോനാഥനാണ് ഞാൻ. മകനെ, മലിനതയിൽ മുഴുകുന്ന ഒരു നീചനാകുവാനാണോ ഞാൻ നിനക്ക് കുമ്പസാരം എന്ന കൂദാശ നൽകിയത്? ഈശോ തന്നെ ബർണ്ണബാസിനോട് ചോദിക്കുക, മകനെ, മലിനതയിൽ മുഴുകുന്ന ഒരു നീചനാകുവാനാണോ ഞാൻ നിനക്ക് കുമ്പസാരം എന്ന കൂദാശ നൽകിയത്? ഈ കുമ്പസാരം എന്ന കൂദാശ ഉള്ളത് കൊണ്ട് നമ്മൾ കൂടുതൽ മലിനതയിലേക്ക് പോകരുത്. കൂടുതൽ മലിനതയിൽ മുഴുകാനല്ല ഞാൻ നിനക്ക് കുമ്പസാരം എന്ന കൂദാശ നൽകിയത്. നിന്റെ മലിനതയിൽ നിനക്ക് രക്ഷപ്പെടാൻ നീ പ്രതിജ്ഞ ചെയ്യണം. ഞാൻ ഈ പാപം ചെയ്യില്ല. ഞാൻ പരദൂഷണം പറയില്ല. പരദൂഷണം പറയില്ല എന്നല്ല, പറയാൻ പാടില്ല. പറഞ്ഞാലുടെ ആഫ്റ്റർ ഇഫക്റ്റ് എന്നാന്ന് വചനം പറയാനുണ്ട്. പ്രഭാഷകന് 28:13 മുതലുള്ള തിരുവചന ഭാഗം, പരദൂഷകനും ഏഷ്ണിക്കാരനും ശപിക്കപ്പെട്ടവർ, അവർ അനേകരെ ദേശാന്തരങ്ങളിലേക്ക് ചിതറിച്ചിട്ടുണ്ട്. ധീരവനിതകളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് അധ്വാന ബലം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. നീ പരദൂഷണം പറയേണ്ട. പരദൂഷണത്തിന് ചെവി കൊടുക്കുന്നവൻ പോലും സ്വസ്ഥതയോ സമാധാനമോ അനുഭവിക്കുകയില്ല. പരദൂഷണം ഇത് എന്തിനാ എഴുതി വെക്കണത്? എഴുതിയൊന്നും വെക്കേണ്ടതേ, പറയണത് കേട്ടാ മതി. നീ പരദൂഷണം പറയണ്ട. ജസ്റ്റ് ഓവർ ഹിയർ ചെയ്താൽ മതി. 2 പേരിരുന്ന് പറയണത് 3-മതൊരാളൊന്ന് കേട്ടാ മതി. കേട്ടാ? ഒളിഞ്ഞ് കേൾക്കരുതെന്ന്. അങ്ങനെ ചെയ്താൽ പോലും നിനക്ക് സ്വസ്ഥതയോ സമാധാനമോ കിട്ടുകയില്ലെന്ന് വചനം പറയുക. അപ്പോഴാണ് നമ്മൾക്ക് ഇങ്ങനെ ആരെങ്കിലും കുറിച്ച് ഒരു പരദൂഷണം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരികയല്ലേ? അല്ലേ പെണ്ണുങ്ങളെ? അല്ലേ? എല്ലാം ഇരിക്കുന്ന ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും കുടുംബത്ത് കൊടുക്കേണ്ടി വരിക. ആരും പരദൂഷണം പറയാത്ത പോലെ എല്ലാവർക്കും കുടുംബത്ത് തരാം. എന്തോ ഒരു കൊടുപണിയേണ്ടി വരും. വലുതേരുത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കുമ്പസാരം കൂടുതൽ മലിനതയിലേക്ക് പോകാനല്ല നമ്മൾ നമുക്ക് അത് കരുണയുടെ കൂടാരമാണ്. അതൊരു സെക്കൻഡ് ബാപ്റ്റിസമാണ്, റീബാപ്റ്റിസമാണ്. വീണ്ടും നമുക്ക് നഷ്ടപ്പെട്ടു പോയ പ്രസാദപര അവസ്ഥയിൽ ജീവിക്കാൻ ദൈവം നമുക്ക് തന്നൊരു വരദാനമാണ് കുമ്പസാരം എന്നുള്ള കൂദാശ. ആ കുമ്പസാരം എന്നുള്ള കൂദാശയിൽ നിലനിൽക്കാൻ നമുക്ക് സാധിക്കണം. ആ കുമ്പസാരം എന്നുള്ള കൂദാശയിൽ നിൽക്കുന്ന കൃപാവരങ്ങളിൽ നിലനിൽക്കാൻ നമുക്ക് സാധിക്കണം. പേരിന് ഒന്ന് കുമ്പസാരിച്ച് ഒരു ദിവസം കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ തീരുന്നതല്ലത്. അത് ആപത്താണ്. അത് നമ്മളെ ഒത്തിരി നാശത്തിലേക്ക് കൊണ്ടുപോകും. ഈ വിശുദ്ധ കുർബാന സ്വീകരണം പോലെ തന്നെ കുമ്പസാരവും നമ്മൾ ഭയഭക്തി ബഹുമാനത്തോടുകൂടി, പേടി ഭയത്തോടുകൂടി തന്നെ നമ്മൾ കുമ്പസാരക്കൂടിനെ സമീപിക്കണം. എനിക്ക് 50 വയസ്സായി, 21 വർഷമായി പട്ടം സ്വീകരിക്കാൻ. ഇപ്പോഴും കുമ്പസാരക്കൂടിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എൻ്റെ കൈയും കാലും വിറയ്ക്കും. തമാശയല്ല. ഞാൻ കഴിഞ്ഞ 13 വർഷമായിട്ട് ഒരച്ഛൻ്റെ അടുത്താണ് ഞാൻ കുമ്പസാരിക്കുന്നത്. അറിയാമോ? 13 വർഷമായിട്ട് എന്നെ അറിയാവുന്ന ഒരച്ഛൻ്റെ അടുത്താണ് ഞാൻ കുമ്പസാരിക്കണത്. കാരണം ഞാൻ അവിടെ ചെന്ന് മുട്ടുകുത്തുമ്പോഴത്തന്നെ, അച്ഛാ ഞാൻ സെബാസ്റ്റ്യൻ അച്ഛനാണ്,
മോന ഇരിക്കും. മോനെ പറ, എന്തായി നാളെ നീ സംസാരിച്ചിട്ട് പോയിട്ട് ഇത്രയും നാള് എന്താ? എൻ്റെ ബലവും ബലഹീനതയും അച്ഛൻ അറിയാം. എൻ്റെ ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും എൻ്റെ തളർച്ചയും വളർച്ചയും അച്ഛൻ അറിയാം. കഴിഞ്ഞ 13 കൊല്ലമായിട്ട് ഈ അച്ഛൻ എന്നെ കാണുകയാണ്, എന്നെ അറിയുകയാണ്. എനിക്ക് പറ്റാതെ വന്നാൽ മാത്രമേ, വല്ലപ്പോഴും എറണാകുളം വരെ പോകാൻ പറ്റാതെ വന്നാൽ ഞാൻ അടുത്തെവിടെയെങ്കിലും, അതും വളരെ റെയറായിട്ട് ഞാൻ അങ്ങനെ, അല്ലെങ്കിൽ ഞാൻ ഈ അച്ഛൻ്റെ അടുത്ത് തന്നെ പോകും. എന്താണെന്നറിയാവോ, നമുക്കൊരു കുമ്പസാരക്കാരനുണ്ടെങ്കിൽ, എൻ്റെ ബലവും ബലഹീനതയും അറിയുന്ന ഒരു കുമ്പസാരക്കാരൻ എനിക്കുണ്ടെങ്കിൽ എനിക്കത് വളരെ വലിയൊരു കരുത്താണ്. നമ്മളെങ്ങനെയാ കുമ്പസാരിക്കണത്? കാത് കേൾക്കാൻ പാടില്ലാത്ത അച്ഛനുണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കും. ചെവി കേൾക്കാൻ പാടില്ലാത്ത അച്ഛനുണ്ടോ എന്ന് അന്വേഷിക്കും, അല്ലേ? ഇതെങ്ങനെയെങ്കിലും, പിന്നെ നീണ്ട ക്യൂസ്, ഒത്തിരി തിരക്കുള്ളടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ അധികമൊന്നും പറയണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്താരീതികൾ മാറണം. നമ്മൾ ചെയ്യുന്നത് ഒരു കൂദാശയാണെന്നുള്ളൊരു ബോധ്യം വേണം നമുക്ക്. നമ്മൾ ചെയ്യുന്നത് ഒരു കൂദാശയാണെന്നുള്ളൊരു ബോധ്യം വേണം. അത് ദൈവം സ്ഥാപിച്ചൊരു കൂദാശയാണ്. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കുമെന്നുള്ള കർത്താവിൻ്റെ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കൂദാശ നടത്തുന്നത്. ഞങ്ങളൊക്കെ ഈ കുമ്പസാരക്കൂട്ടിൽ ഇരിക്കുമ്പോൾ ഞങ്ങളൊക്കെ മനുഷ്യരാണ്. പക്ഷേ ഈ ഓർത്തോപെൻറ്റൻസ എന്ന പ്രമാണരേഖ പ്രകാരം 5 കൃപകളുണ്ട്. ഒന്ന്, എ പ്രീസ്റ്റ് ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ക്രൈസ്റ്റ്. കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന ഒരു വൈദികൻ, ഹീസ് എ റെപ്രസെൻറ്റേറ്റീവ്, ക്രിസ്തുവിൻ്റെ പ്രതിനിധിയാണ്. അറ്റ് ദ സെയിം ടൈം there is an identification with Christ എന്ന് പറഞ്ഞാൽ ക്രിസ്തു തന്നെയാണവൻ. ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ റെപ്രസെന്റേറ്റീവ് മാത്രമല്ല, ക്രിസ്തു തന്നെയാണ്. മൂന്നാമത്തത്, സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ അധികാരം ക്രിസ്തുവിന് കിട്ടി. ക്രിസ്തുവിന്റെ അധികാരം അപ്പസ്തോലന്മാർക്ക്, അപ്പസ്തോലന്മാരുടെ അധികാരം മെത്രാന്മാരുടെ കൈവപ്പിലൂടെ പട്ടം കിട്ടിയ വൈദികര്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആ കൂദാശ പരികർമ്മം ചെയ്യുന്നു. ആ അബ്സല്യൂഷൻ പ്രെയർ നമുക്ക് ചൊല്ലുമ്പോൾ അറിയാം, കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ദാനമായി തന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ പാപങ്ങൾ ഞാൻ മോചിക്കുന്നു. അല്ലാണ്ട് സെബാസ്റ്റ്യനച്ഛന്റെ, പ്രശാന്തച്ഛന്റെ അധികാരമല്ല. അവിടുന്ന് ദാനമായിട്ട് തന്ന പൗരോഹിത്യ അധികാരം, സ്വർഗീയ അധികാരത്തില് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ പാപങ്ങൾ ഞാൻ മോചിക്കുന്നു. പത്രോസിന്റെ താക്കോൽ അധികാരമാണ് അവിടെ നടക്കുന്നത്. എന്താണ് പത്രോസിന്റെ താക്കോൽ അധികാരം? പത്രോസ് 2 താക്കോലൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതാണ്. ഒന്നാമത്തത് ദ പവർ ഓഫ് ടീച്ചിങ്, പഠിപ്പിക്കുക, വചനം പഠിപ്പിക്കുക. രണ്ടാമത്തത് അബ്സോൾവിങ് ദ സിൻ, പാപം മോചിപ്പിക്കുക. കുമ്പസാരക്കൂട്ടിലെ ഒരു അർത്ഥി വന്ന് കുമ്പസാരിച്ചു കഴിയുമ്പോൾ അവൻ പാപം പറയുമ്പോൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവന് മറുപടി കൊടുക്കണം. വചനം പഠിപ്പിക്കണം അവനവിടെ, വചനം പഠിപ്പിക്കണം അവിടെ. അതുകൊണ്ടാണ് സമയമെടുത്ത് വേണം നമ്മൾ കുമ്പസാരിക്കാൻ. ഓടിപ്പോയി ദാ വന്ന് ദേ പോയി എന്ന് പറഞ്ഞ് കുമ്പസാരക്കൂട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകരുത്. നമ്മുടെ മാർപ്പാപ്പയെ കുറിച്ചൊക്കെ പറയുന്നത്, ജോൺ ബോൾനാൻ മാർപ്പാപ്പയെ കുറിച്ചൊക്കെ, മാർപ്പാപ്പയുടെ കുമ്പസാരത്തെ കുറിച്ചൊക്കെ പറയുന്നു, എല്ലാ വെള്ളിയാഴ്ചയും മാർപ്പാപ്പ കുമ്പസാരിക്കുമെന്നാണ് പറയണത്. കുമ്പസാരിക്കുമായിരുന്നുവെന്ന്. 2 മണിക്കൂറൊക്കെ എടുത്ത് കുമ്പസാരം കഴിയുമ്പോൾ കരഞ്ഞു കലങ്ങിയാണ് മാർപ്പാപ്പ പുറത്തിറങ്ങി വരുന്നതെന്ന്. എന്താ കാരണം? അപ്പം മാർപ്പാപ്പ ഇത്രയും പാപം ചെയ്തിട്ടാണ്? അല്ല, ഈ അച്ഛന്മാരുടെയും കന്യാസിന്മാരുടെയും മെത്രാന്മാരുടെയൊക്കെ കുമ്പസാരം അത് വെറും പാപം മോചിക്കുക മാത്രമല്ല, അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വിശുദ്ധിയിലേക്ക് അടുക്കുക. വിശുദ്ധിയിലേക്ക്, എത്രമാത്രം വിശുദ്ധിയിലേക്ക് അടുക്കാമോ അത്രമാത്രം വിശുദ്ധിയിലേക്ക് അടുക്കാനുള്ളതാണ് അവരുടെ കുമ്പസാരം. നിങ്ങളുടെ സാധാരണ മനുഷ്യരുടെ കുമ്പസാരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങളൊക്കെ കുമ്പസാരിക്കുമ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം അതാണ്. വിശുദ്ധിയിലേക്ക് കൂടുതൽ അടുക്കാനായിട്ടുള്ള പരിശ്രമമാണ് ഓരോ കുമ്പസാരത്തിലൂടെ നടക്കേണ്ടത്. നിങ്ങളും അത് തന്നെയായി ചെയ്യേണ്ടത്. നിങ്ങളുടെ ജീവിതാന്തസ്സിന് ചേർന്ന രീതിയിൽ, വിവാഹിതരാണെങ്കിൽ അങ്ങനെ, ഏകസ്ഥനാണെങ്കിൽ അങ്ങനെ, യുവതികളാണെങ്കിൽ അങ്ങനെ, ആ ജീവിതാന്തസ്സിന് യോജിച്ച വിശുദ്ധിക്കടുത്തെത്താനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ട് വേണം നമ്മൾ കുമ്പസാരത്തെ ഉപയോഗിക്കാൻ. പ്രിയപ്പെട്ടവരെ, തീവ്രവേദനയോടുള്ള 6ാമത്തെ അർത്ഥന എന്ന് പറയുന്നത്, തീവ്രവേദനയോടെ ഭർണ്ണബാസിനോട് ഈശോ പറയും, എല്ലാ ദിവസവും എന്നെ ആശ്വസിപ്പിക്കാൻ ഞാൻ ആരെയെങ്കിലും അന്വേഷിക്കുന്നു, എന്നാൽ ആരെയും കണ്ടെത്തുന്നില്ല. പേടി അനുഭവിക്കുന്ന എൻ്റെ മുഖത്തേക്ക് നോക്കുക. കഴിഞ്ഞ കാലഘട്ടത്തിലെ വെറോനിക്ക എവിടെ? കണ്ട, കുരിശിന്റെ വഴിയിലെ 6ാം സ്ഥലം, കുരിശിന്റെ വഴിയിലെ 6ാം സ്ഥലം.
വേറോനിക്ക അവിടെയുള്ള പരിഹസിച്ച ആരെയും മൈൻഡ് ചെയ്തില്ല. വേറോനിക്ക ഈശോയുടെ അടുക്കിലേക്ക് ചെന്ന് സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. പരിഹസിച്ചവരെയൊക്കെ മാറ്റി നിർത്തി അവളുടെ തൂവാല കൊണ്ട് ഈശോയുടെ തിരുമുഖം തുടച്ചു. അപ്പോൾ എന്ത് മറുപടി കൊടുത്തു? ആ തുവാലയിലേക്ക് അവന്റെ തിരുമുഖ ഛായ അങ്ങ് പകർന്നു കൊടുത്തു. പിന്നെ ഈശോയുടെ 6ാമത്തെ തീവ്രവേദനയാ. പിന്നെ എന്ത് ചെയ്യും? ഒരു വേറോനിക്കായെയും കാണുന്നില്ല. എന്നെ ആശ്വസിപ്പിക്കാൻ ഒരേ ഒരു വേറോനിക്കായേ ഉണ്ടായിരുന്നുള്ളോ? എന്നെ ആശ്വസിപ്പിക്കാൻ ഒരേ ഒരു വെറോനിക്ക ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തേ ഒരു വെറോനിക്ക ഉണ്ടാകാതിരുന്നത്? എന്റെ തീവ്രവേദനയില് എന്തേ മറ്റൊരു വെറോനിക്ക വരാതിരുന്നതെന്ന് ഈശോ ചോദിക്കുക. അങ്ങനെ ആശ്വസിപ്പിക്കുന്നതിന് പകരം എന്റെ ചോര പുരണ്ട മുഖം തുടയ്ക്കുവാനും എന്നെ ആശ്വസിപ്പിക്കുവാനും ഉള്ളവൾ എവിടെ? അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞ ജനക്കൂട്ടത്തോട് ചേരുന്ന ഒരുവളാണോ അവൾ? കണ്ടാ, അങ്ങനെ ആശ്വസിപ്പിക്കുന്നതിന് പകരം നമ്മള് അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് പറയുകയാണ്. നമ്മൾ വീണ്ടും വീണ്ടും അവന് വേദനകൾ കൊടുക്കുകയാണെന്നാണ് ഈശോ പറയുന്നത്. ബർണാബാസിനോട് പറയുക. സമയമായതുകൊണ്ട് ഞാൻ അടുത്തതിനെത്തിക്ക് പോകുന്നു. 7ാമത്തെ അർത്ഥന, ലാസ്റ്റ് അർത്ഥന, 7ാമത്തെ അർത്ഥന ബർണാബാസിനോട് ഈശോ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്: എന്റെ മകനെ, നിന്റെ പാപങ്ങൾ എങ്ങനെയാണ് എന്നെ കുരിശിൽ തൂക്കിയിട്ടിരിക്കുന്നതെന്ന് കണ്ണുകൾ ഉയർത്തി നോക്കുക. എന്നിട്ട് ഈശോ പറയുക, എന്റെ മകനെ, എന്റെ വിശുദ്ധ കുരിശിന് താഴെ നിന്ന് എന്റെ അമ്മയോടൊപ്പം ലോകം മുഴുവനെയും എനിക്ക് സമർപ്പിക്കാൻ നിനക്ക് സാധിക്കുമോ? പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ ലോകം മുഴുവനെയും സമർപ്പിക്കാൻ നിനക്ക് സാധിക്കുമോ? നിനക്ക് എന്തേ സാധിക്കാത്തത്? എന്റെ അമ്മയും സഹോദരികളെല്ലാം എന്റെ പീഡാനുഭവ സമയത്ത് എന്റെ കുരിശിന്റെ താഴെ ഉണ്ടായിരുന്നു. എനിക്ക് പീഡകൾ മുഴുവനും തന്നിട്ട് നീ എന്തേ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വരാത്തത്? ബർണാബാസിനോട് ഈശോ ചോദിച്ച ചോദ്യമാണ്. മനുഷ്യനെപ്പോട് പറയാൻ പറയുക ബർണാബാസിനോട്, നീ ജനത്തോട് പറ, എന്നെ ആശ്വസിപ്പിക്കാൻ പറ. ഈ ലോകത്തോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ദാഹാർത്തനാണ്. നിങ്ങളിൽ ആരും എന്നെ ആശ്വസിപ്പിക്കുവാൻ തയ്യാറല്ല. പകരം എനിക്ക് ദാഹിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് വിനാഗിരി നൽകുന്നു. നിങ്ങളെല്ലാം അകലെ നിന്നുകൊണ്ട് എന്നെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. എൻ്റെ മകനെ, നീ എങ്ങനെയാണ് നിന്റെ അയൽക്കാരനെതിരായി വ്യാജമായി സംസാരിക്കുന്നതെന്ന് കാണുക. എൻ്റെ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം നീ അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പുറത്തു നിൽക്കുന്നു. നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, പീഡ അനുഭവിക്കുന്ന ഈശോനാഥനാണ് ഞാൻ. നീ കുരിശിൽ തറച്ചുകൊണ്ടിരിക്കുന്ന ഈശോയാണ് ഞാൻ. ബർണാബാസിനോട് അവൻ പറയുക, നീ കുരിശിൽ തറയ്ക്കു കൊല്ലുന്ന ഈശോയാണ് ഞാൻ. ഇന്നലകളിലല്ല, 2025 വർഷങ്ങൾക്ക് മുമ്പല്ല, ഇന്നും ഇപ്പോൾ, അറ്റ് ദിസ് മൊമെന്റ്, ഈ മൊമെന്റ്, ഈ പ്രസന്റ് ടൈമില് നീ എന്നെ കുരിശിൽ തറയ്ക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ അധാർമികത കൊണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളും പോരായ്മകളും കൊണ്ട് നമ്മുടെ ഈശോയെ നമ്മൾ കുരിശിൽ തറയ്ക്കുകയാണ്. നമ്മളിതാ ആരാധനയിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന വലിയ മണിക്കൂറുകളാണിത്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് ഒരു ഗാനം ആലപിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. ഒരു ഗാനം ആലപിച്ചുകൊണ്ട് ആ താല്പര്യത്തോടുകൂടി ആ ഈശോയുടെ പീഡാനുഭവങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച് ഈശോ ബർണാബാസിനോട് പറഞ്ഞ ആ കാര്യങ്ങൾ 7 അർത്ഥനകളും മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നുകൊണ്ട്, ഈശോയെ, ഈ പീഡാനുഭവ കാലത്ത് എൻ്റെ വാക്ക്, എൻ്റെ പ്രവൃത്തി ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല. ഞാൻ നിനക്ക് വീണ്ടും ഭാരങ്ങൾ തരികയില്ല. ഞാൻ നിനക്ക് ദുരിതങ്ങൾ തരുകയില്ല. ഞാൻ നിന്നെ ബന്ധനസ്ഥനാക്കുകയില്ല. ഞാനിതാ നിന്നെ